ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം, അധ്യായം 2, ഗീതാവിഷയ സംഗ്രഹം, ശ്ലോകം 51. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 51. കർമ്മജം ബുദ്ധിയുക്താ ഹി കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷീണാം ഫലം ത്യക്ത്വാ മനീഷീണാം ജന്മബന്ധവിനിർമുക്താ പദം ഗച്ഛന്ത്യനാമയം കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷീണാം ജന്മബന്ധവിനിർമുക്താ പദം ഗച്ഛന്ത്യനാമയം. ഹരേ കൃഷ്ണ. ഹരേ കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷീണാം ജന്മബന്ധവിനിർമുക്താ പദം ഗച്ഛന്ത്യനാമയം. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷീണാം ജന്മബന്ധവിനിർമുക്താ പദം ഗച്ഛന്ത്യനാമയം. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷീണാം ജന്മബന്ധവിനിർമുക്താ പദം ഗച്ഛന്ത്യനാമയം. ഹരേ കൃഷ്ണ. വേർഡ് മീനിങ് ചൊല്ലാം. മനീഷീണ ഹി യോഗികൾ അല്ലെങ്കിൽ ഭക്തന്മാർ, ബുദ്ധിയുക്ത ഭക്തിയുക്ത സേവനത്തിൽ നിരതരായി, കർമ്മജം കർമ്മത്തിൽ നിന്നുളവായ, ഫലത്തെ ത്യജിച്ചിട്ട്, ജന്മബന്ധ വിനിർമുക്ത ജന്മമാകുന്ന ബന്ധനത്തിൽ നിന്ന് മുക്തരായി, അനാമയം ദുഃഖമില്ലാത്ത, പദത്തെ സ്ഥാനത്തെ ഗച്ഛന്തി പ്രാപിക്കുന്നു. വിവർത്തനം വൈഷ്ണവ. ഇപ്രകാരം ഭഗവത് ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഋഷീശ്വരന്മാർ അഥവാ ഭക്തന്മാർ ഭൗതിക ലോകത്തിലെ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. ഇങ്ങനെ ജനന മരണ ശൃംഖലയിൽ നിന്ന് മോചിതരായി അവർ ദൈവസന്നിധിയിൽ എത്തിച്ചേർന്ന് സകല കഷ്ടതകൾക്കും ഉപരിയായ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഹരേ കൃഷ്ണ. നമ്മള് ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? നമ്മള് ബുദ്ധിയോഗത്തിലാണല്ലോ. അപ്പൊ നമ്മൾ കണ്ടു ഒന്നാമത്തെ അധ്യായത്തിൽ ശ്ലോകം 36, 38 ശ്ലോകങ്ങളിൽ ഒന്നാമത്തിൽ അർജുനൻ പാപചിന്ത അർജുനുണ്ടായിരുന്നു അല്ലെ? താൻ അവരെ വധിച്ചാൽ പാപം ചെയ്യും. അപ്പോ അവിടെ പ്രധാനമായിട്ട് അർജുനുണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പാപത്തിന്റെ റിയാക്ഷൻസ്. അപ്പൊ ഞാൻ ഇവരെ വധിച്ചു കഴിഞ്ഞാൽ ആ പാപം കൊണ്ടുണ്ടാകുന്ന അനന്തരഫലം, പിന്നെ ഞാനൊരു കഷ്ടതകൾ അനുഭവിക്കും. അല്ല, നമ്മൾ എന്തുകൊണ്ട് പാപം ചെയ്യാൻ തയ്യാറല്ലാത്ത? നമുക്ക് കഷ്ടതകൾ വരുന്നറിയാം അല്ലെ, മിസറീസ്. അപ്പോ ആ ഒരു തോട്ടിനെയാണ് ഭഗവാൻ ഇവിടെ ഖണ്ഡിക്കാൻ നോക്കുന്നത്, മനസ്സിലായി? അതിനെയാണ് ഇവിടെ കൗണ്ടർ ചെയ്യുന്നത്. അപ്പൊ അതിന് ആദ്യ ഭാഗം നമ്മൾ കണ്ടു, കമ്പാഷനെ അല്ലെ പറഞ്ഞത്. ഇപ്പോ ബുദ്ധിയോഗത്തിലേക്ക് വന്നുകൊണ്ട് ഭഗവാൻ ഈ കഴിഞ്ഞ ശ്ലോകത്തിൽ 50ാമത്തെ ശ്ലോകം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു. ആദ്യത്തെ ബെനിഫിറ്റ് പറഞ്ഞു. ബുദ്ധിയോഗത്തിനെ കുറിച്ച് ഗ്ലോറിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ബുദ്ധിയോഗത്തിന്റെ ആദ്യത്തെ ബെനിഫിറ്റ് ആണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ. അപ്പൊ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്.
സുഹൃത ദുഷ്കൃത എന്ന് പറയുന്നത് എന്ന് വെച്ചാല് പുണ്യപാപം, സുഹൃതവും ദുഷ്കൃതവും ഇല്ലാണ്ടാവും. മനസ്സിലായി? ഏത് ബുദ്ധിയോഗത്തിൽ വന്നാൽ നമ്മള് കൃഷ്ണാവബോധത്തിൽ വന്നാൽ നമ്മൾക്ക് സുഹൃതിയും ദുഷ്കൃതിയും ഇല്ലാണ്ടാവും. അപ്പൊ നമുക്കൊരു സന്ദേഹം വരും, അയ്യോ അപ്പൊ ഞാൻ ചെയ്ത സുഹൃതി എല്ലാം പോകും. യെസ്, എല്ലാം പോകും, എല്ലാം ന്യൂട്രൽ ആവും. അതാണ് വേണ്ടത് നമുക്ക് എപ്പോഴും. അതാണ് നമ്മൾ യമുന സ്നാനത്തിന് പോകുമ്പോ അങ്ങനെയല്ല. യമുനയിൽ സ്നാനം ചെയ്യുന്നത് എന്താണ് സംഭവിക്കുന്നത്? യമുനയിൽ സ്നാനം ചെയ്താൽ എല്ലാ പുണ്യവും പാപവും എല്ലാം പോകും. അപ്പോ എല്ലാം ന്യൂട്രൽ ആവും. അതാണ് ഈ വൃന്ദാവനത്തിൽ പോകുമ്പോൾ എല്ലാവരും യമുനയിലേക്ക് ചാടും എന്ന് വെച്ചാൽ. അപ്പൊ പുണ്യവും പോകും പാപവും പോകും. പക്ഷെ ചില ആൾക്കാർ യമുനയിൽ ഇറങ്ങില്ല, പുണ്യം പോവില്ലേ, അപ്പൊ ഇറങ്ങില്ല. പക്ഷെ എന്ത് പറ്റും? അതാണ് ഇനി വരുന്ന ശ്ലോകങ്ങൾ അതെല്ലാം അത് പറയുന്നത്. കാരണം പുണ്യം പോകാതെ വെക്കണം എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഉപരിലോകങ്ങളിൽ പോകണം. അത് നമ്മുടെ ചിന്തയുടെ, നമ്മുടെ ആ മനസ്സിലാക്കൽ ലെവലാണ്. കാരണം നമുക്ക് ഒപ്പുലൻസ്, അതായത് ഉപരിലോകം, ഓക്കെ, ഈ ഭൂലോകം പൂർണ്ണ സ്വർഗത്തിൽ പോകണം എനിക്ക്. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ആ ഒരു ആസ്വാദനം. പക്ഷെ അതെല്ലാം ഈ 14 ലോകത്തിൽ എവിടെയും ടെമ്പററിയാണ്. നമ്മൾ അവിടെ ക്ഷീണേ പുണ്യ മർത്യലോകം വിശുദ്ധി നമ്മൾ 9-ാം അധ്യായത്തിൽ പഠിക്കും. അതായത് ആ ക്ഷീണം, അതായത് ആ പുണ്യം ക്ഷീണിക്കുമ്പോൾ, പുണ്യം അതായത് നമ്മൾ ചെയ്ത അതെല്ലാം ഒരു അക്കൗണ്ട് പോലെ. അതിന്റെ ഇപ്പൊ നമ്മൾ കുറെ പൈസ ഉണ്ടായി, നമ്മൾ ആ ജോലിയെല്ലാം നിർത്തി ആ പൈസ എടുത്ത് അടിച്ച് പൊളിക്കുകയാണ്. എന്ത് പറ്റും? ആ പൈസ തീരുന്ന ഒരു ദിവസം നമ്മൾ വീണ്ടും ദരിദ്രനായിട്ട് മാറൂല്ലേ? അത് തന്നെയാണ് ഇതിൽ നടക്കുന്നത്. നമ്മൾ അക്കൗണ്ടിലേക്ക് പുണ്യങ്ങൾ കയറ്റും, പക്ഷെ ആ പുണ്യം സ്വർഗത്തിൽ പോയി അനുഭവിച്ച് തീരുമ്പോൾ ഡിങ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഭൂമി പതിച്ച് വീണ്ടും ആദ്യം മുതൽ തുടങ്ങി. അപ്പൊ വീണ്ടും ജന്മമൃത്യു ജരാവാതി നടക്കും. മനസ്സിലായില്ലേ? അപ്പോ അപ്പൊ അതുകൊണ്ട് ഭഗവാൻ പറയുന്നു സുഹൃത ദുഷ്കൃതയെ. അപ്പൊ സുഹൃതി ദുഷ്കൃതിയൊക്കെ ഇല്ലാണ്ടാവുന്നു. ഇനി അതാണ് ഒന്നാമത്തെ ഇതിനകത്ത് പറഞ്ഞു. ഈ 50-ാമത്തേല് പറഞ്ഞു. ഇനി 51-ാമത്തേല് കുറച്ചുകൂടി ബെനിഫിറ്റ് പറയാണ്. ഇവിടെ ആ കഷ്ടതകൾ, അതായത് ഒന്നാമത്തെ കാര്യത്തിൽ ആ പാപചിന്ത അത് വേണ്ട. ഇനി കഷ്ടതകൾ എങ്ങനെ ഇല്ലാണ്ടാവും? ആ കഷ്ടതകൾ ഇല്ലാണ്ടായിട്ട് എവിടെയാണ് ഈ ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തി ഡെസ്റ്റിനേഷൻ, അതാണ് ഇവിടെ പറയുന്നത്. എവിടെ എത്തും അയാൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ, ഇങ്ങനെ ഒരു ഭക്തി കൃഷ്ണാവബോധത്തിലേക്ക് പുരോഗമിക്കുക, ബുദ്ധിയോഗം ഉപയോഗിക്കുന്ന ഒരു വ്യക്തി, എല്ലാം ഭഗവാന്റെ സുപ്രീമസി അംഗീകരിച്ച് എല്ലാം ഭഗവാന് വേണ്ടി അർപ്പിച്ച് ചെയ്യുന്ന ഒരു വ്യക്തി എവിടെ എത്തിച്ചേരുന്നുള്ള ഡെസ്റ്റിനേഷനാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു അവരെ എവിടെ എത്തിച്ചേരും? അവര് ഇവിടെ ഈ ശ്ലോകത്തിൽ ഇതിലും ഇതിന്റെ എക്സ്പ്ലനേഷനിൽ അത് വരും. അപ്പൊ ഇവിടെ പറയുന്നു ജനന മരണ ശൃംഖലയിൽ നിന്ന് മോചിതരായി കഴിഞ്ഞു അല്ലെ? അവിടെ തന്നെ ക്ലാരിറ്റി കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ റീബർത്ത് ഇല്ല, അതിൽ നിന്ന് ഒഴിവാകും എന്നുള്ള കാര്യം. അപ്പൊ അതാണ് ഒരു ബെനിഫിറ്റുകൾ, രണ്ടാമത്തെ മെയിൻ ബെനിഫിറ്റ്. കാരണം എന്തിനാണോ മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത് ആ ഒരു അത് തന്നെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോ അതിൽ എത്തിച്ചേരും. അപ്പോ ഇപ്രകാരം ഭഗവത് ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഋഷീശ്വരന്മാർ അഥവാ ഭക്തന്മാർ ഭൗതിക ലോകത്തിലെ കർമ്മഫലങ്ങളിൽ. അപ്പൊ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് വറിയാവേണ്ട ആവശ്യമില്ല. നമ്മളത് ഭഗവാന് അർപ്പിച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല. കാരണം അതെല്ലാം ന്യൂട്രൽ ആയിക്കൊണ്ടിരിക്കും. യമുനാ സ്നാനം പോലെ തന്നെ എല്ലാ കർമ്മഫലങ്ങളും എല്ലായിടത്തും നമ്മൾ ഭഗവത്ഗീത കൊണ്ടുവരുമ്പോൾ നമുക്ക് കർമ്മഫലങ്ങൾ ഇല്ലാണ്ടാവുന്നുള്ള ബെനിഫിറ്റ് ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നു മുക്തരായ ജീവാത്മാക്കൾ ഭാവാർത്ഥത്തിൽ ഭൗതിക ദുഃഖങ്ങൾ ഇല്ലാത്തിടത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ശ്രീമദ് ഭാഗവതം വിവരിക്കുന്നു. അപ്പൊ നമ്മള് ബദ്ധരും മുക്തരും ഉണ്ട്. ബദ്ധ ജീവാത്മാക്കൾ എന്ന് വെച്ചാൽ ഈ ത്രിഗുണങ്ങളിൽപ്പെട്ട് നമ്മളെ പോലെ ഇതൊക്കെ കഴിയുന്നതാണ് ബദ്ധ ജീവാത്മ. മുക്തർ എന്ന് പറഞ്ഞാൽ അവരും ഭൂമിയിൽ തന്നെ ഉണ്ട്. കാരണം അവർക്ക് ശാരീരിക മാനസിക അവബോധങ്ങൾ ഉണ്ടാവില്ല. മനസ്സിലായി? അവര് ആത്മാവിന്റെ അവബോധം, ആത്മാവിന്റെ തലത്തിലായിരിക്കും. അപ്പൊ നമ്മളെപ്പോഴും പറയാറില്ല, ശരീരത്തിന്റെ അവബോധം, മനസ്സിന്റെ അവബോധം, പിന്നെ ആത്മാവ്, ഈ 3 ലെവലുകളുണ്ട്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ പറയുന്നു ഒരു ഭാഗവത ശ്ലോകം 10-ാം സ്കന്ധത്തിലെ കോട്ട് ചെയ്യുന്നുണ്ട്. സമാശ്രിതായേ പദ പല്ലവപ്ലവം മഹത് പദം പുണ്യ യശോ മുരാരേ ഭവാംബുധിർ വത്സപദം പരംപത് പദം പദം യസ് വിപപദാം നതേഷ. അല്ലെ, ഒരുപാട് പദങ്ങളാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗവത ശ്ലോകമാണ്. ഇതിന്റെ അടിയിൽ എഴുതിയിട്ടുള്ള അർത്ഥം പ്രത്യക്ഷ പ്രപഞ്ചത്തിന് ആശ്രയവും മുകുന്ദൻ അഥവാ മുക്തിദാതാവ് എന്ന് പുകഴ് പെറ്റവനുമായ കൃഷ്ണന്റെ ചരണപല്ലവങ്ങളെ തോണിയായി സ്വീകരിച്ചവർക്ക് സംസാര സമുദ്രം പശുവിൻ കുളമ്പടി പതിഞ്ഞെടുത്ത വെള്ളം പോലെ തുച്ഛമാണ്. പരമപദം ഭൗതിക ശോകങ്ങളില്ലാത്ത സ്ഥലം അഥവാ വൈകുണ്ഠമാണ് അവരുടെ ലക്ഷ്യം. മറിച്ച് ഓരോ കാൽവെപ്പിലും ആപത്ത് പതിയിരിക്കുന്ന ഈ ഭൗതിക ലോകമല്ല. ഇതിനർത്ഥം എന്താന്ന് വെച്ചാല്, ഈ ഒരു ശ്ലോകം പറയുന്നത് വെച്ചാല് നമ്മള്
ഈ ഒരു ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സംസാര സാഗരം എന്നൊരു ഈ ഭൗതിക സാഗരം നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് ചെറായിന്ന് നീന്തി നമുക്ക് ഗൾഫിലേക്ക് പോകുന്നത് നമുക്ക് ഇപ്പോൾ നടക്കണ കാര്യമില്ല അല്ലെ, നീന്തില്ല, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പണി തീരും. ആ സമയം അതുപോലെ നമ്മുടെ സംസാര സാഗരം കിടക്കുന്ന ഭൗതിക എത്ര ജന്മങ്ങള് കഴിഞ്ഞിട്ടാണ് ഈ മനുഷ്യനെന്ന് അറിയില്ല, ഇനി എത്ര ജന്മങ്ങളുണ്ട്, എന്തൊക്കെ ശരീരമെന്ന് നമുക്കറിയില്ല, എന്തൊക്കെ അവസ്ഥയിൽ പോയിപ്പെടുന്നു ഓരോ നിമിഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് അറിയില്ല അല്ലെ. കലിയുഗം ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കണം, ഓരോ ദിവസവും നമുക്ക് എന്റെ വാർത്തകൾ കിട്ടുന്നുണ്ട്. കലി അങ്ങനെ പ്രബലനായിക്കൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോകും തോറും അതിങ്ങനെ പ്രബലനായിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ അത് ആലോചിച്ച് നോക്കുക, അത്രയും ഭഗവത് ഭക്തനായിരുന്ന ഗർഭസ്ഥാവസ്ഥയിലും ഭഗവാൻ സംരക്ഷണം കൊടുത്ത പരീക്ഷിത് മഹാരാജാവിന് വരെ കലിയെ നേരിട്ട്, അവിടെ നിന്നാണ് കലി വരുന്നത്. കലിയുടെ ആക്രമണം തുടങ്ങുന്നത് എവിടെയാണ്? പരീക്ഷിത് മഹാരാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കലി വരുന്നത്, രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പോ അന്ന് തന്നെ ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ കാര്യം പറഞ്ഞു, അത്രയും ഭഗവത് ഭക്തരുണ്ടായിരുന്നു അല്ലെ, ഭഗവാനെ നേരിട്ട് കണ്ടിട്ടുള്ളവരുണ്ടായിരുന്ന കലി വന്നു തുടങ്ങി. അപ്പൊ ആ കലിപുരുഷൻ ഇപ്പോഴും ശക്തനായി നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ പറയുന്നു, അപ്പൊ ഈ ഒരു സംസാര സാഗരം നമ്മള് ശാരീരികമായ അവബോധത്തിലും മാനസികമായ അവബോധത്തിലും നമുക്ക് ഇതിനകത്ത് വിശ്വാസം കിട്ടില്ല. ആത്മാവിന്റെ ലെവലിലേക്ക് വന്നാൽ തന്നെ നമുക്കിത് മനസ്സിലാവുള്ളൂ. ഇത് ഈ സാഗരത്തെ പശുവിൻ കുളമ്പടി, അതായത് ഒരു പശു നടന്നു പോകുമ്പോൾ അതിന്റെ കുളമ്പ് കൊണ്ടു കഴിയുമ്പോൾ അവിടെ ഒരു വെള്ളം കെട്ടി എന്തോരം ഉണ്ട്, അത്രേ ഉള്ളൂ. അത്രയും ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ, മനസ്സിലായില്ല? അത്രയും നിസ്സാരമായി മാറും ഈ ഭഗവാനെ നമ്മൾ ആ തോണി. അപ്പൊ നമ്മൾ വലിയൊരു ഇത് കടക്കുന്ന ആ ഫീൽ നമുക്ക് ഉണ്ടാവില്ല. അതാണ് എന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. അപ്പൊ എഗെയിൻ നമുക്ക് ഈ ആ അവബോധം നമ്മൾക്ക് ഉണ്ടായിരിക്കണം. പക്ഷെ അത് പറയുമ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഇപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നില്ല, നമ്മൾ ശരീരത്തിന്റെ തലത്തിലാണ്, മനസ്സിന്റെ തലത്തില്, ശരീരത്തിന്റെ തലത്തിൽ, മനസ്സിന്റെ തലത്തിൽ, ആത്മാവിന്റെ തലത്തിലേക്ക് പോകണം എന്ന് പറയും അല്ലെ. അതിന് നമ്മൾക്ക് ആദ്യം തന്നെ നമുക്കൊരു ചിന്ത ഉണ്ടാവണം, ഈ മനസ്സ് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ്. നമുക്കിപ്പോ പറഞ്ഞു പോകാൻ എളുപ്പം. എങ്ങനെ അത് അറിയാൻ സാധിക്കും അറിയൂ? എങ്ങനെ അറിയാൻ സാധിക്കും? ഇപ്പോ ശരീരത്തിന്റെ തലത്തിൽ നമുക്ക് വളരെ ഈസിയാണ് കാര്യങ്ങൾ അല്ലെ, കാരണം വെച്ചാൽ നമുക്ക് സ്ഥൂലമാണ്, നമുക്ക് കാണാം അല്ലെ, വിസിബിൾ ആണ്, ടച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് അറിയാം ശരീരത്തിന്റെ എല്ലാ കാര്യങ്ങളും. നമുക്ക് ഇപ്പൊ ഡോക്ടർമാരെ പോലെ നമ്മളും എല്ലാവരും യൂട്യൂബും എല്ലാം നോക്കിയിട്ട് എല്ലാവരും സ്വയം ചികിത്സ വരെ അറിയാം അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഒന്ന് അപ്പൊ തന്നെ അടിച്ചു പോകും യൂട്യൂബിൽ, എല്ലാവരും പറയും ആ മരുന്നിന്റെ കണ്ടന്റ് ഒക്കെ അടിച്ചു പോകും അല്ലെ. ഡോക്ടറെ കാണാതെ തന്നെ പാരസെറ്റമോൾ ഒക്കെ കഴിക്കുന്നവരാണ് എല്ലാവരും. അപ്പൊ ശരീരത്തിന്റെ എല്ലാ സാധനങ്ങളും നമുക്കറിയാം. എന്തുകൊണ്ട്? അത് സ്ഥൂലമായത്. മനസ്സിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുന്നില്ല, അത് കാണാനും പറ്റുന്നില്ല, അവിടെ പിടിയും കിട്ടുന്നില്ല അല്ലെ. കാരണം എന്താ? അത് സൂക്ഷ്മമാണ്, സട്ടിലായതുകൊണ്ട്. ഇത് ഒരു ചെറിയ ഒരു മനസ്സിലാക്കാനായിട്ട്, അതായത് നമുക്കൊരു സൃഷ്ടി, നമ്മൾ ക്രിയേഷൻ ആൻഡ് അനിലേഷൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഐഡിയ, നമ്മൾ എപ്പോഴും പറയില്ല, നമ്മുടെ സ്ഥൂല ശരീരം ഈ പ്രകൃതിയുടെ ഭാഗമാണ്, പഞ്ചേന്ദ്രിയങ്ങളാൽ നിർമ്മിതമാണ്. നമ്മൾ അത് ഭൂമിയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് തന്നെ പോകും നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മളത് ഉൾക്കൊണ്ടിട്ടുണ്ടോ? അതെങ്ങനെ ഉൾക്കൊള്ളാം? ഭൂമി നമ്മൾ ഇങ്ങനെ എടുത്തു നോക്കുക, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇതാണ് നമ്മൾ പഞ്ചഭൂതങ്ങൾ പറയുന്നത്. ഈ ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ് ആണ് ഉദ്ദേശിക്കുന്നത്, സ്പേസ്. ഇനി ആലോചിച്ച് നോക്കുക, നമ്മള് ഇന്ദ്രിയങ്ങൾ, നമ്മുടെ മനസ്സ്, നമ്മൾ ഇനി നമ്മുടെ ജസ്റ്റ് ഒരു സൂക്ഷ്മ ശരീരമായ മനസ്സിനെ ഒന്ന് നോക്കാൻ പോകാം. സൂക്ഷ്മ ശരീരങ്ങൾ ഏതാണ് നമ്മുടെ? ഏതൊക്കെ ചേർന്നതാ? മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, അഹങ്കാരം. അഹങ്കാരത്തിന് മിഥ്യാഹങ്കാരം, ഫോൾസ് ഈഗോ എന്ന് പറയാൻ കാരണം നമ്മൾ ശരീരമാണ് അല്ലെങ്കിൽ മനസ്സാണെന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ് അതിന് മിഥ്യ. ദാറ്റ് ഈസ് ഫോൾസ് ഈഗോ. റിയൽ ഈഗോ എന്തായിരിക്കണം? നമ്മൾ സോളാണ്, ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസൽ. നമ്മൾ ഈ ശരീരവും മനസ്സുമല്ല ഞാനെന്ന് നമ്മൾ അറിയണം. പക്ഷെ അത് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഫോൾസ് ഈഗോ ആണ് നമുക്കുള്ളത്. അതാണ് റിയൽ ഈഗോ. അപ്പോ ഇതെങ്ങനെ അറിയാൻ പറ്റുന്ന വെച്ചാല്, ഇപ്പോ ഇങ്ങനെ വിചാരിക്കുക, ഒരു ഒരു പാത്രം, ഒരു പാത്രത്തിലേക്ക് ഒരു സഞ്ചി പോലെ വിചാരിക്കുക, 5 കുഴൽ ആ സഞ്ചിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പഞ്ചേന്ദ്രിയങ്ങളായിട്ട് നമ്മുടെ കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക്, ഇത് നമ്മുടെ 5 ഇന്ദ്രിയങ്ങളാണല്ലോ. ഒന്ന് ഏതൊക്കെയാ? നാക്ക്, പിന്നെ കണ്ണ് അല്ലെ, അതായത് നമ്മൾ കേൾക്കുന്ന ശബ്ദം വഴി നമുക്ക് വരും അല്ലെ. ഒന്ന് ശബ്ദം വഴി വരും, പിന്നെ കാഴ്ച വഴി വരും, സ്പർശം വഴി വരും, ഗന്ധം വഴി വരും, പിന്നെ കേൾവി വഴി വരും അല്ലെ. അപ്പൊ അതിന് ശബ്ദം, കേൾവി, 5 പറഞ്ഞു. കാഴ്ച, സ്പർശം, രുചി, പിന്നെ കേൾവി, പിന്നെ എന്താ? ഗന്ധം അല്ലെ. ഈ 5 ഈ 5 കുഴലുകളായിട്ട് വിചാരിക്കും ഒരു പാത്രത്തിലേക്ക് കണക്ട് ചെയ്യും. ഇനി
പഞ്ചേന്ദ്രിയങ്ങൾ മാറ്റി വെച്ചിട്ട് ഭൗതികമായിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ട് 5 കുഴൽ, നിങ്ങളുടെ ഒരാൾ വന്നിട്ട് അതിലേക്ക് തേൻ ഒഴിച്ചു, ഒരു കുഴലിൽ കൂടി തേൻ ഒഴിച്ചു, ഒരാൾ വന്നിട്ട് പനിനീര് ഒഴിച്ചു, ഒരാൾ നല്ല കൽക്കണ്ട വെള്ളം ഒഴിച്ചു, ഒരാൾ ജ്യൂസ് ഒഴിച്ചു, ഒരാൾ പാൽ ഒഴിച്ചു എന്ന് വിചാരിക്കാം. അഞ്ചാമത്തേല് വന്നിട്ട് ഒരാൾ ചെളിവെള്ളം കൊണ്ട് ഒഴിച്ചു എന്ന് വിചാരിക്കുക. ഇതെല്ലാം പോയി വീഴുന്നവിടെ ഒരു പാത്രത്തിൽ 5 വരെ കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഇപ്പൊ ആ സാധനം ഉപയോഗശൂന്യമായോ ഉപയോഗിക്കാൻ പറ്റൂ? എന്തുകൊണ്ട്? ചെളിവെള്ളം. ഇതാണ് മനസ്സിന് സംഭവിക്കുന്നത്. നമ്മൾ പലപ്പോഴും മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് കൊണ്ടുപോകും. 5 ഇന്ദ്രിയങ്ങൾ നമ്മൾ രുചിയിൽ പോയിട്ട് നമ്മൾ ചെളിവെള്ളം കോരി ഒഴിക്കും. അപ്പൊ എന്ത് പറ്റും? മനസ്സ് മലിനമാകും. മനസ്സിലായി? അപ്പൊ നമുക്ക് മനസ്സ്, അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം, പുറത്ത് നമ്മൾ കുളിച്ച് സോപ്പൊക്കെ ഇട്ട് സന്തൂർ സോപ്പൊക്കെ ഇട്ട് നമ്മൾ മിനുക്കി കൊണ്ടു നടക്കും. പക്ഷെ അകത്ത് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം കയറിയിട്ട് ചെളിവെള്ളം കയറുമ്പോൾ മനസ്സ് അശുദ്ധമായി, നമ്മളിത് അറിയില്ല. മനസ്സിലായി? സംഭവിക്കുന്നത് മനസ്സിലായി? ഇതാണ് മനസ്സിൽ നടക്കുന്നത് 5 കണക്ഷൻസിലൂടെ. അപ്പോ നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴേ, അതായത് നമ്മള് ഈ ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ മനസ്സിനെ പുറം ലോകമായിട്ട് കണക്ട് ചെയ്യുന്നത്. പിടികിട്ടി? മനസ്സ് അകത്തിരിക്കുകയാണ്, സട്ടിലാണ്, അവൻ ഹിഡൻ ആയിട്ടിരിക്കുകയാണ്. ബുദ്ധി അവിടെ ഇരിപ്പുണ്ട്. ഏറ്റവും ഹിഡൻ ആയിട്ടിരിക്കുന്ന ഒരാളുണ്ട് മിഥ്യാഹങ്കാരം, അവിടെ അഹങ്കാരം അവിടെ ഇരിപ്പുണ്ട്. ഇവൻ ഒരിക്കലും ഫ്രണ്ടിൽ വരികയില്ല. അഹങ്കാരം പിന്നിലും. എവിടെയെങ്കിലും ഭഗവത്ഗീതയിൽ നോക്ക് ഭഗവാൻ പറയുന്നുണ്ടോ നീ നിന്റെ അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കൂ അപ്പൊ നിനക്ക് പരമപദത്തിലെത്താന്ന് പറയുന്നില്ല. ഭഗവാൻ പറയുന്നത് നിന്റെ മനസ്സിനെ സ്റ്റഡിയാക്കൂ, നിനക്ക് പരമപദത്തിലെത്താം. എന്തുകൊണ്ടാണ് ഭഗവാൻ ആ മനസ്സിനെ സ്റ്റഡിയാക്കുക? അഹങ്കാരത്തിനെ ടച്ച് ചെയ്യുന്നില്ലല്ലോ, പറയുന്നില്ല. അഹങ്കാരി ഭഗവാൻ ഇഷ്ടമല്ല, പക്ഷെ അഹങ്കാരത്തിന്റെ വാക്കെടുത്ത് പറയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അഹങ്കാരം പുറമേക്ക് കാണിക്കുന്ന രൂപം മനസ്സിലൂടെയാണ്. മനസ്സിലായോ? അഹങ്കാരം പുറമെ നിന്നിട്ട് മനസ്സിലൂടെയാണ് കളി. എക്സാമ്പിൾ പറയാം. ഇപ്പോ നമുക്ക് എങ്ങനെ പറയും, ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം, ഇപ്പൊ ഓക്കെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരും. ഇപ്പൊ നമ്മൾ ജോലി സ്ഥലത്ത് ചെന്നപ്പോ അവിടെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പോ നമ്മള് ആ പ്രശ്നം, നമുക്ക് ബുദ്ധിയുണ്ട് അല്ലെ, നമുക്ക് ബുദ്ധിയുണ്ട്, പക്ഷെ നമുക്കത് കാണുമ്പോ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും. റൈറ്റ്? അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടിയോ, ഇനിയിപ്പോ ബോസ് വന്ന ഞാനിത് എങ്ങനെ ചെയ്യും, ഇതെനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്ന് പറയും. ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാം? ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ നമ്മുടെ സോള് അല്ല വർക്ക് ചെയ്തത്. കാരണം ഇനി നമ്മൾ ഒരു ലെവലിൽ പോവുക. അപ്പൊ ശരീരത്തിൽ നിന്ന് മനസ്സൊന്നും ആത്മാവിനെ ഒന്ന് എടുത്തു നോക്കും. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ആത്മാവ് നമ്മുടെ ഈ ഭൗതിക ശരീരത്തിന്റെ ഭാഗമല്ല, ഭഗവാന്റെ ഭാഗമാണ്. പാർട്ട് ആൻഡ് പാർസൽ ഓഫ് സുപ്രീം ആണ്. ഭഗവാന്റെ അംശമാണ് ആത്മാവ്, ജീവാത്മാവ്. ജീവാത്മാവിനെ കുറിച്ച് ഇനി രണ്ടാമത്തെ അധ്യായം കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കും. അതിനെ കൊല്ലാനൊന്നും പറ്റില്ല, മുറിക്കാൻ പറ്റില്ല, ഉണക്കാൻ പറ്റില്ല, കത്തിക്കാൻ പറ്റില്ല, എല്ലാം നമ്മൾ പഠിക്കും. ജീവാത്മാവിനെ ഒന്നും ചെയ്യാൻ സാധിക്കും. ജീവാത്മാവ് വളരെ പവർഫുൾ ആണ്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാല് നമ്മളുടെ കർമ്മഫലങ്ങൾ കൊണ്ട് ജീവാത്മാവ് ഈ ത്രിഗുണങ്ങളിൽ പെട്ട ഈ ശരീരത്തിനുള്ളിൽ ട്രാപ്പായി ഇരിക്കുകയാണ്. ഈ ജീവാത്മാവ് വളരെ പവർഫുൾ, കാരണം ഭഗവാന്റെ അംശമാണ്. ഭഗവാൻ എത്രത്തോളം പവർഫുൾ ആണോ അത്രയും പവർ ജീവാത്മാവിനുണ്ട്. ഭഗവാന്റെ ഗുണത്തിൽ തുല്യനാണ്, അളവിൽ മാത്രം തുല്യത അതുകൊണ്ട്. അപ്പൊ ഈ ജീവാത്മാവിന് ഈ എന്ത് ബാലികേറാമല എന്ന് പറയുന്ന സാധനം ഇല്ല. ജീവാത്മാവ് എന്തും ജീവാത്മാവ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോ എത്ര ടഫ് ഒരു കാര്യം വന്നാലും ജീവാത്മാവിനെ സംബന്ധിച്ച് ഒന്നുമല്ല, നിസ്സാരമായ കാര്യം. പക്ഷെ എന്തുകൊണ്ട് എന്നിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നറിയും? നമ്മൾ ജീവാത്മാവിന്റെ തലത്തിൽ നിന്നിട്ടല്ല ആ ഒരു കർമ്മത്തിനെ കാണുന്നത്. മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞു? നമ്മള് മനസ്സിന്റെ തലത്തിലാണ് കാണുന്നത്. അവിടെ കളിക്കുന്ന ആളാണ് ഫാൾസ് ഈഗോ. ഫാൾസ് ഈഗോ അവിടെ വന്നിട്ട് ഒരു ഫിൽറ്റർ ഇടും. ജീവാത്മാവിന്റെയും നമ്മുടെ ഇടയിൽ ഫിൽറ്റർ ഇട്ട് പറയും നിനക്കിത് പറ്റില്ല, നിനക്ക് പറ്റില്ല, നീ ഇത് പഠിച്ചിട്ടില്ല, നിനക്ക് ബോസിന്റെ ചീത്ത കേൾക്കും എന്ന് ജീവാത്മാവ് പറയും. ഇവിടെ നമുക്ക് സോളിനെ അതിലേക്ക് എൻഗേജ് ചെയ്യണമെങ്കിൽ അതിനുള്ള ബുദ്ധി പ്രവർത്തിക്കണം. പക്ഷെ ബുദ്ധിക്ക് എന്ത് പറ്റി? ബുദ്ധി ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ബുദ്ധി എന്ന് പറയുന്ന സാധനം ഒരു കട്ടയായിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ല. ബുദ്ധി എങ്ങനെയാ വരുന്നത്? നമ്മൾ എന്തിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇപ്പൊ തേനീച്ച അല്ലെങ്കിൽ വണ്ടുകൾ അല്ലെങ്കിൽ തേനീച്ച ഇല്ലേ, തേനീച്ച പല പൂക്കളിൽ പോയി തേൻ ശേഖരിക്കും അല്ലെ. ഇപ്പോ തേനീച്ച കാട്ടുതേൻ നല്ലതാണെന്ന് പറയല്ല. എന്തുകൊണ്ടാണെന്ന് അറിയും? എന്തുകൊണ്ടാണ്? ഇപ്പൊ റബ്ബർ തോട്ടത്തില് തേനീച്ച കൂട് വെക്കാറുണ്ട് ആൾക്കാർ. പക്ഷെ എല്ലാവരും പറയും റബ്ബർ തോട്ടത്തില് തേനീച്ച തേൻ ക്വാളിറ്റി ഇല്ല, കാട്ടുതേനാ നല്ലത്. കാരണം എന്താണെന്ന് അറിയും?
റബ്ബർ തോട്ടത്തിൽ ആ തേനീച്ചക്ക് പറക്കുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ട് പോയി വരാൻ. ഇത് രാവിലെ പോകും ഒരു റൗണ്ട് തേനെടുക്കാൻ, ഇത് വന്നിട്ട് ഇവിടെ അത് സ്ഥാപിച്ച് വീണ്ടും പോകണമല്ലോ. ഈ പോയി വരുന്നത് അതിന് റബ്ബർ തോട്ടത്തിൽ, അതിന് റബ്ബർ തോട്ടം കഴിഞ്ഞ് പോകാൻ പറ്റില്ല. അപ്പൊ റബ്ബർ പൂവിൽ നിന്നാണ് അതിന്റെ തേനെടുക്കുന്നത്. അപ്പോ ആ തേനിന്റെ ക്വാളിറ്റി റബ്ബർ പൂവിന്റെ ക്വാളിറ്റി ഉണ്ടാവും. കാട്ടുതേന്റെ ഗുണം എന്ന് വെച്ചാൽ കാട്ടിൽ പല തരം പൂക്കളുണ്ട്. ഈ അത് നിങ്ങൾ പോയിട്ട് പല ഫലത്തിൽ നിന്ന് വന്നുകൊണ്ടിരുന്നിട്ട് ഇത് മിക്സഡ് ഇതായിരിക്കും, മനസ്സിലായി, ഗുണം ഭയങ്കര കൂടുതൽ, അതാണ് അതിന്റെ വില കൂടുതൽ. ഇപ്പോ ഞാൻ എന്തിനത് പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പൊ തേൻ എടുക്കുന്ന തേൻ ആ എടുക്കുന്നത് പോലെയാണ് അതിന്റെ ക്വാളിറ്റി ഇരിക്കുന്നത് അല്ലെ ഇവിടെ വരുന്നത്. ഇതുപോലെയാണ് ഇപ്പൊ നമ്മൾ പോയിട്ട് നമ്മളിപ്പോ കുറെ പൈങ്കിളി വാരികൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിൽക്കുന്നത്. നമ്മുടെ ബുദ്ധി അതനുസരിച്ചേ പ്രവർത്തിക്കും, മനസ്സിലായോ? എന്താണ് നമ്മൾ തേൻ എടുക്കുന്നത് പോലെ ഇരിക്കും, മനസ്സിലായി. നമ്മൾ ഭഗവത്ഗീത, ഭാഗവതം, സത്സംഗം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാണ്, അത് മനസ്സിലായി. നമ്മുടെ ബുദ്ധി അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിടി കിട്ടിയോ? ഇതാണ് ബുദ്ധിയുടെ ലെവലിരിക്കുന്നത്. അപ്പോ നമ്മള് ഈ പറഞ്ഞ രീതിയിൽ നമുക്കൊരു പ്രശ്നം വന്നു, ആ പ്രശ്നത്തിനെ ബുദ്ധി ഉപയോഗിച്ച് ഫാൾസ് ഈഗോനെ തടയണമെങ്കിൽ ബുദ്ധി ആ നിലയിലേക്ക് വന്ന് പ്രവർത്തിക്കാൻ പ്രാപ്തമായിരിക്കണം, അത്ര എൻഹാൻസ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഭൗതിക ലോകത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് നടക്കില്ല. കാരണം ഭൗതികതയിലെ എല്ലാം ടെമ്പററിയാണ്, എല്ലാ ആനന്ദം ടെമ്പററിയാണ്, എല്ലാ സാധനവും ടെമ്പററിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് ടെമ്പററി ആയ ഒരു കാര്യം വെച്ചിട്ട് ഇതിനെ ഡീൽ ചെയ്യാൻ പറ്റില്ല. കാരണം അവന് തന്നെ കൈയും കാലും ഇല്ല, എപ്പോ വേണമെങ്കിലും തളരാവുന്ന ഒരു സാധനമായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വേറൊരു സഹായം വേണം, ടെമ്പററി അല്ലാത്ത എറ്റേണൽ ആയ ഒരു ഹെൽപ്പ് നമുക്ക് ആവശ്യം. അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്, യൂസ് ചെയ്യണില്ല. നമ്മള് മറ്റേ ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ പറയില്ലേ, എന്ത് യൂസ് ചെയ്യാൻ പറയുന്നത്, ഒരു കോൾ എന്താ പറയണ പേര് പറയുന്നത്, ലൈഫ് ലൈൻ. അപ്പൊ ലൈഫ് ലൈൻ ഇരിപ്പുണ്ട് ഉള്ളിൽ. ലൈഫ് ലൈൻ ഭഗവാൻ പരമാത്മാ രൂപേണ ഇരിപ്പുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവാത്മാവിന് ഫുൾ എനർജി കിട്ടും, കൃത്യമായ ഡിസിഷൻസ് കിട്ടും. ഈ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാവും, ഇത് താൽക്കാലിക പ്രശ്നമാണ് എന്ന് മനസ്സിലാവും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ ഒരു ചിന്ത വേറെ രീതിയിൽ, ഞാൻ ഒന്നുകൂടി വേറെ രീതിയിൽ പറയാം. നമ്മള് വളരെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ നമ്മളൊരു സ്ഥലത്ത് ഒരു എവിടെയെങ്കിലും ആയിക്കോട്ടെ, നമുക്കൊരു കുറെ ഇപ്പൊ വീട്ടിലായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, ഒരു വ്യക്തി ഇപ്പൊ നമ്മളൊരു കാര്യത്തിൽ എൻഗേജ് ആയിക്കൊണ്ടിരിക്കുക, നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ അത് ആത്മീയമായിക്കോട്ടെ ഭൗതികമായിട്ടെ, എഴുതിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഒരാളോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയോ ഇവൻ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിനടുത്തുള്ള മറ്റൊരാളോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളോ, ഒരു വയ്യാത്ത ഒരാളോ ആരെങ്കിലും വന്നിട്ട് നമ്മളെ വിളിക്കുന്നു. അപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. കാരണം ഞാൻ എന്താ കാരണം വിളിക്കുന്നത് എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാൻ കുറച്ചു മുന്നേ അദ്ദേഹത്തോട് സംസാരിച്ചുള്ളൂ, അദ്ദേഹം ഇപ്പൊ എന്നെ വിളിക്കേണ്ട കാര്യം എന്താ, നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് തോന്നുകയാണ്, നമുക്ക് അദ്ദേഹത്തിനോട് ഒരു ദേഷ്യം വരും, ഇല്ലേ? സത്യത്തിൽ ആ വ്യക്തി എന്തോ ഒരു കാര്യത്തിന് വന്നിരിക്കുന്നത്, നമ്മൾ അദ്ദേഹത്തിനോട് ദേഷ്യം തോന്നേണ്ട കാര്യം ഉണ്ടോ? അദ്ദേഹം ആ ദേഷ്യം സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ആ ദേഷ്യം നമ്മുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് മേത്ത് വീഴുന്ന രീതിയിൽ അദ്ദേഹം ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവണമെന്നുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹം ഒരു കാര്യത്തിന് വന്നിരിക്കുന്നു. പക്ഷെ എന്നിട്ടും നമുക്കത് തോന്നിയത് എവിടെ നിന്നാണെന്നറിയും? ഫാൾസ് ഈഗോ വർക്ക് ചെയ്യുന്നത്. എന്താണ് ഫാൾസ് ഈഗോ? നമ്മളോട് പറയും നിന്റെ കംഫർട്ട് പോകുന്നു, ഇതാ ഒരാൾ വന്ന് വിളിക്കുന്നു, നിന്റെ കംഫർട്ട് പോകുന്നു എന്ന് പറയും. അപ്പൊ മനസ്സ് പറയുമോ ശരിയാണ് എന്റെ, അപ്പൊ നമുക്കത് ദേഷ്യമായിട്ട് പുറത്തു വരും. ഫാൾസ് ഈഗോ ദേഷ്യത്തിന്റെ രൂപത്തിൽ മനസ്സിൽ പ്രൊഡ്യൂസ് ചെയ്യും. പിടികിട്ടിയോ? അപ്പൊ ഈ ഫാൾസ് ഈഗോയുടെ കാല് വെട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ സമയത്ത് നമ്മൾ ഒരു എക്സർസൈസ് ചെയ്യണം. നമ്മൾ ആ സമയത്ത് ഒന്നൊരു പോസ്, ഞാൻ എന്തിനാണ് ഇപ്പൊ ദേഷ്യപ്പെടുന്നത് അയാളോട്, അയാൾ എന്നെ വന്ന് പിടിച്ചിട്ടല്ലേ ഉള്ളൂ, ഞാനിവിടെ ഒരു കാര്യം ചെയ്തു, ഓക്കെ അതെന്താന്ന് ചോദിക്കാം എന്ന് മനസ്സിനോട് തിരിച്ച് ചിന്തിക്കുമ്പോൾ ഫാൾസ് ഈഗോന്റെ കാലുവെട്ടലാണ്. മനസ്സിലാവണം, ഫിലോസഫി അല്ല ഇത്, ശരിക്കുള്ള ഒരു കാര്യമാണ്. ഈ ഒരു തോട്ട് പ്രോസസ്സ് നമ്മളതിൽ വർക്ക് ചെയ്യിക്കുക ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഓരോ മൊമെന്റിലും ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ബുദ്ധിയും അതനുസരിച്ച് ഉണരണം. പിടികിട്ടിയോ? അതിനാണ് നമ്മൾ ഈ ഭഗവത്ഗീതയും ഈ ചാൻറ്റിങ്ങും എല്ലാം ചെയ്യുന്നത്, നമ്മളിപ്പോ പറഞ്ഞ ശ്രവണമൊക്കെ ചെയ്യുന്നത്. ഇത് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ ഭഗവത്ഗീത പഠിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഇത് പഠിച്ച് എല്ലാവരും ടാറ്റ പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും അതുപോലെ, നമ്മുടെ ലൈഫിൽ ഈ ചേഞ്ചസ് വരണം. ഈ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഫാൾസ് ഈഗോയെ ഇല്ലണ്ട. അപ്പൊ ഫാൾസ് ഈഗോ പറയാണ്, ആ വ്യക്തി നിന്നെ വീണ്ടും വീണ്ടും വിളിക്കണു, നിന്റെ കംഫർട്ട് സോൺ പോണു. അപ്പൊ ദേഷ്യമായിട്ട്, അപ്പൊ നമുക്ക് ദേഷ്യം വരുമ്പോഴേക്കും നമ്മൾ പറയുന്നു, ഇല്ല ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത്, പോട്ടെ അദ്ദേഹം ഒരു പാവമല്ല, ഞാൻ പോയിട്ട് ഡീൽ ചെയ്യാം. അദ്ദേഹമായിട്ട് ഡീൽ ചെയ്ത ഫസ്റ്റ് കാര്യം കേൾക്കും തന്നെ, അയ്യോ ഞാൻ അങ്ങനെ വിചാരിച്ച് കഷ്ടമായി പോയി, അദ്ദേഹം എന്നൊരു റൈറ്റ് കാര്യത്തിൽ, അപ്പൊ നമ്മൾ കമ്പാഷൻ വർക്ക് ചെയ്യും. അപ്പൊ ഫാൾസ് ഈഗോയ്ക്ക് അടിയായി, ഫാൾസ് ഈഗോ രക്ഷയില്ല. അടുത്ത മൊമെന്റിൽ ഫാൾസ് ഈഗോ വീണ്ടും ട്രൈ ചെയ്യും.
ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവന്റെ തല തട്ടി തട്ടി ഇരിക്കുക, കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇനി അവിടെ രക്ഷയില്ല, അവൻ എവിടെയെങ്കിലും അത് തന്നെ സംഭവിക്കും. ഫോൾസ് ഈഗോക്ക് രക്ഷയില്ലാണ്ട് വരുമ്പോ ഫോൾസ് ഈഗോ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കുമ്പോ മനസ്സ് ക്ലിയർ ആവുമ്പോൾ ബുദ്ധി അനുസരിച്ച് മനസ്സ് വർക്ക് ചെയ്യാൻ തുടങ്ങും. പിടികിട്ടിയോ? ഈ മനസ്സ് നമ്മുടെ ശരീരത്തിന്റെ ഭാഗം. അതിനെ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണം. കാരണം സോപ്പിട്ട് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് ജപം ആവശ്യമാണ്, അതിന് വേണ്ടിയിട്ട് ഭഗവത്ഗീത പഠിക്കണം, സത്സംഗം ആവശ്യമാണ്, പ്രസാദം ആവശ്യമാണ്. ഇതെല്ലാം കൂടി ചെയ്താലേ ഈ കലിയുഗത്തിൽ നമുക്ക് ഈ മനസ്സിനെ ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ ക്ലീൻ ആയി കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യജന്മത്തിന്റെ പൂർണ്ണതയിലേക്ക് പോകാൻ സാധിക്കും. ഇനി വേറൊരു സംശയം തോന്നാം. അടുത്തൊരു സംശയം, ഒരുപാട് സംശയങ്ങൾ വരാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ ഇതിനകത്ത്. ഞാൻ പറയുന്നത് എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിച്ചു അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ എന്തെങ്കിലും ഡിസ്കഷൻ ചെയ്യാൻ പറ്റുമോ? പിടികിട്ടിയോ? എന്തെങ്കിലും? മനസ്സ് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലായല്ലോ. മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമുക്ക് കേട്ട ഉറക്കം വരും. പക്ഷെ ഇത് സത്യമായ ഒരു കാര്യമാണ് അല്ലെ? മനസ്സെന്നുള്ളത് സത്യമാണ്. ഈ മനസ്സിനകത്താണ് ഇതെല്ലാം ഉടലെടുക്കുന്നത്. പക്ഷെ ഒരിക്കലും വിചാരിക്കരുത് ഇത് നമ്മളാണ്. നമ്മളല്ല ആ ചിന്തയുടെ ആൾക്കാർ, നമ്മളല്ല അതിന്റെ പിന്നിൽ. നമ്മൾ എന്ന് പറയുന്ന ആ ജീവാത്മാവ് അവൻ അവിടെ ട്രാപ്പായിട്ടിരിക്കുക. ഈ ഫോൾസിഗോ മുന്നിൽ കയറി കളിക്കുന്നോണ്ട് ഫോർവേഡ് കളിക്കുകയാണ് അദ്ദേഹം. മറ്റേ ആള് അവിടെ നിൽക്കുകയാണ്, മനസ്സിലായി? അപ്പൊ അവനെ കണക്ട് ചെയ്യണമെങ്കിൽ ഈ ബുദ്ധി വെച്ച് കണക്ട് ചെയ്യണം. നമ്മൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ എടുത്ത് ചെയ്യണം. ഇവിടെ ആത്മാവിനെ നമ്മൾ എൻഗേജ് ചെയ്യാനുള്ള ശ്രമം, മനസ്സിലായി? കാരണം നമ്മുടെ ആത്മാവെന്ന് വെച്ചാൽ അത്രയും പവർഫുൾ ആണ്, അതിന് ഒരുപാട് കഴിവുകളുണ്ട്. അപ്പൊ ആ കഴിവിനെ നമുക്ക് എൻഗേജ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഫോൾസ് ഈഗോനെ ഇങ്ങനെ തോട്ട് പ്രോസസ്സിലൂടെ നമ്മൾ തകർക്കണം. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഇത് നമുക്ക് വിവരം വെച്ചു തുടങ്ങുമ്പോൾ നമ്മൾ തുടങ്ങും. കാരണം ഇത് സത്വരജോ തമോ ഗുണങ്ങൾ നമ്മൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മള് അതിൽ പോയി പെടുകയാണ്. കാരണം നമുക്ക് ഈ ഭൗതിക ആസ്വാദനത്തിൽ നമ്മൾ പെടുന്നു. ബേസിക്കലി അതാണ്. അപ്പൊ അതിനാണ് നമ്മളിപ്പോ ജ്ഞാനത്തിലൂടെ ഈ അറിവിലൂടെ നമ്മൾ അതിൽ നിന്ന് പുറത്തു വരാൻ നോക്കാം. അപ്പൊ ഈ ഒരു ഇതുണ്ടെങ്കിൽ അടുത്തൊരു ബർത്തില് ചിലപ്പം ഇപ്പൊ പ്രഭാതരൊക്കെ പറയുന്ന അടുത്ത ബർത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. ഈ ബർത്തിൽ തന്നെ നിങ്ങളിത് ഫിനിഷ് ചെയ്യുക. കാരണം വെച്ചാല് അടുത്തൊരു ബർത്ത് എന്ന് പറഞ്ഞാൽ ഈ കലിയുഗം തന്നെയായിരിക്കും. വീണ്ടും എന്താ അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലേ? അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഗുണമുള്ള ഒരു ബർത്തായിരിക്കണം ഈ ആത്മാവിന് കിട്ടേണ്ടത്. കാരണം വീണ്ടും വന്ന് ഇത് ചെയ്യുന്ന ഒരു ഇത് വരും. അപ്പൊ അതുകൊണ്ട് പറയുന്നത് ഇത് എപ്പോ വന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ആ തിരിച്ചറിവ് വരുമ്പോ തന്നെ നമുക്ക് ഇത് വരാൻ തുടങ്ങും. കാരണം നമ്മളുടെ ഒരു പൊതുവെ ഇതെങ്ങനെ വെച്ചാൽ നമുക്ക് ഈ ആഗ്രഹങ്ങളുണ്ടല്ലോ നമ്മുടെ, ഇത് മുന്നേ വന്ന് കിടക്കുന്നതാ, മനസ്സിലായില്ലേ? ഇത് ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾക്ക് സൗകര്യങ്ങൾ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറല്ല. അപ്പോ നമ്മളെ ഒരു സൗകര്യം ഉപേക്ഷിക്കണം എന്നില്ല. അതാണ് കൃഷ്ണാവബോധത്തിന്റെ ബ്യൂട്ടി എന്ന് വെച്ചാല് നമ്മളെ എല്ലാം ഉപേക്ഷിച്ച് കാറൊക്കെ വിറ്റ്, വീടൊക്കെ വിറ്റ്, ഒരു ടെന്റ് കെട്ടി താമസിക്കാനല്ല പറയുന്നത്. എല്ലാം ഭഗവത് സേവനത്തിലേക്ക് ഉപയോഗിക്കും. അതാണ് കൃഷ്ണാവബോധം, സയൻസ് ഓഫ് കൃഷ്ണ, മനസ്സിലായില്ലേ? ഭഗവാന്റെ ആസ്വാദനത്തിലേക്ക് നമ്മൾ ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾക്ക് സ്വയം ഒരു ആസ്വാദനം കിട്ടും. നമ്മുടെ കയ്യിലുള്ളതൊന്നും ഭഗവാൻ അനന്യ ചിന്തയന്തോമ ഏ ജന പരിവാസെ തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം വഹാമ്യഹം. ഭഗവാൻ പറയുന്നുണ്ട് അനന്യ, വേറൊരു ചിന്തയില്ലാതെ എന്നെ മാത്രം ചിന്തിച്ച് എന്റെ ആ രൂപത്തിൽ എന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തേഷാം സതത അതാണ് വഹാമ്യഹമാണ് അല്ലെ? ഭഗവാൻ കൊണ്ടുതരുന്ന പറയുന്ന എല്ലാം അവർക്കുള്ളതെല്ലാം നിലനിർത്തുകയും ചെയ്യും. അപ്പൊ നമുക്കുള്ളതെല്ലാം ഭഗവാൻ നിലനിർത്തുകയും ചെയ്യും. ഗുണമുള്ള കാര്യങ്ങളെല്ലാം നിലനിർത്തുകയും ചെയ്യും. നമുക്ക് എന്ത് വേണമെന്നുള്ളത് ഭഗവാൻ തന്നെ എത്തിച്ചേരും. ഭഗവാൻ തരുന്ന ഗ്യാരണ്ടി വാക്കുകളാണ്. പക്ഷെ അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതാണ് നമ്മളെ ഈ ഒരു ഫോക്കസിലേക്ക് വരേണ്ടത് പറയും. ഈ മനസ്സ് ഇപ്പൊ നമ്മൾ തന്നെ പറയും. ഇപ്പൊ ചിലർ ഇതെല്ലാം പറയുമ്പോൾ ഇതൊക്കെ ഉണ്ടോ നമുക്ക് കാണുന്നു. കാരണം പലരും കാണുന്നതേ വിശ്വസിക്കും അല്ലെ? ഇതിന് നമുക്ക് കുറെ ഡീപ്പായിട്ട് നമ്മൾ ഇത് മനസ്സിലാക്കിയപ്പോ എനിക്ക് അത്ര ഡീപ്പൊന്നും അറിയില്ല. അറിഞ്ഞത് വെച്ചിട്ട് പറയാം. ഇപ്പൊ നമ്മളിത് മനസ്സിലായി, നമ്മൾ ഈ ക്രിയേഷൻ അനിലേഷൻ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ തന്നെ ഈ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ രൂപമുണ്ടല്ലോ, നമുക്കൊരു അതീന്ദ്രിയ രൂപമുണ്ട്. അതാണ് നമ്മുടെ ഒറിജിനൽ രൂപം. അത് നമുക്ക് ഈ കണ്ണ് വെച്ച് കാണാൻ പറ്റില്ല. ഈ ചക്ഷുസിന് അതിനുള്ള പവർ ഇല്ല. ഇപ്പൊ ഭഗവാൻ തന്നെ നോക്കുക. ഭഗവാൻ വിശ്വരൂപം കാണിക്കുമ്പോൾ നമ്മൾ 10-ാം അധ്യായത്തിൽ പഠിക്കും. വിശ്വരൂപം കാണിക്കുമ്പോ അർജുനന് ദിവ്യ ചക്ഷുസാണ് കൊടുക്കുന്നത്. ആ സമയത്ത് സ്പെഷ്യൽ കണ്ണ് കൊടുക്കുകയാണ്, സ്പെഷ്യൽ എഫക്ട് കൊടുക്കും. അത് ഇനേബിൾ ചെയ്യാൻ മനസ്സിലായി. ഭഗവാൻ അവിടെ ഇനേബിൾ ചെയ്യും. നമ്മൾ ലാപ്ടോപ്പിലും ഇതൊക്കെ ചെയ്യുന്നതാണ്, ഒരു പ്രോഗ്രാമിൽ ഇനേബിൾ ചെയ്യാൻ ഡിസൈൻ. ഇപ്പൊ ഡിസേബിൾ ആയി കിടക്കുകയാണ്. അത് ഇനേബിൾ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതീന്ദ്രിയ ശരീരങ്ങൾ കാണണമെങ്കിൽ ഇപ്പൊ നാരദരുണ്ട്. നമ്മൾ ഒരു നാരദൻ
എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ചിരഞ്ജീവി. എന്തുകൊണ്ട് നമുക്ക് നാരദരെ ഇവിടെ ഉണ്ടോ നമുക്ക് കാണാൻ പറ്റില്ല? ഭഗവാന്റെ കാര്യം പറയുന്നത് നാരദരുണ്ടാവും, പക്ഷെ എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? നമുക്ക് ആ ദിവ്യ ചക്ഷുസ് ഇല്ല. അപ്പൊ നമ്മൾ വിചാരിക്കും അതൊക്കെ അങ്ങനെ ഒരു സാധനം ഉണ്ട്. അതെങ്ങനെയാന്ന് മനസ്സിലാക്കാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് അഞ്ചിന്ദ്രിയങ്ങളുടെ കാര്യം പറഞ്ഞു അല്ലെ? കണ്ണ് ഓരോ ഇത് പറഞ്ഞു. അപ്പൊ കണ്ണ് വെച്ച് നമുക്ക് എന്താ സംഭവിക്കുന്നത്? കാഴ്ച അല്ലെ? കാഴ്ചയാണ്. മൂക്ക് വെച്ചിട്ട് ഗന്ധം, ചെവി വെച്ചിട്ട് ശബ്ദം അല്ലെ? ത്വക്ക് വെച്ചിട്ട് സ്പർശം, ഇനി നാവ് വെച്ചിട്ട് രുചി. ഇതാണ് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കും. ഇനി ഇങ്ങനെ ചിന്തിച്ചു നോക്കുക. ഇപ്പൊ ഭൂമി എന്ന് പറഞ്ഞാൽ ഈ അഞ്ചെണ്ണവും അവിടെ ആപ്ലിക്കബിൾ ആണ്. എന്ന് വെച്ചാല് ഭൂമി നമുക്ക് കാണാം അല്ലെ? സ്പർശിക്കാം, ഗന്ധമുണ്ട്, ശബ്ദമുണ്ട്, രുചിയുണ്ട്. ഭൂമിയുടെ എല്ലാ എലമെന്റ് എല്ലാം രുചിക്കാം അല്ലെ? ഭൂമിയിൽ ഇതെല്ലാം ഉണ്ട്. ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ അടക്കമുള്ളത്, ഇതെല്ലാം സാധിക്കും. ഈ അനിലേഷൻ പ്രോസസ്സിൽ പ്രളയം വരുമ്പോൾ ഭൂമിയെ ആദ്യം ജലം, അങ്ങനെ ഓരോ പ്രോസസ് ഉണ്ട്. ഞാൻ ആ പ്രോസസ്സിലേക്ക് പോകുന്നില്ല, സിമ്പിൾ ആയിട്ട് പറയും. ഈ ഭൂമിയുടെ ഒരു വിശിഷ്ട ഗുണം, ഈ 5 ഗുണങ്ങളാണ് ഈ പറഞ്ഞത്. ഒന്ന് അതിന്റെ സ്പർശം, ഈ പറഞ്ഞ 5 ഗുണം. ഭൂമിയുടെ വിശിഷ്ട ഗുണം ഏതാണെന്നറിയാം? ഒരു സ്പെഷ്യൽ ഗുണം അതിനുണ്ട്, മറ്റുള്ളവയ്ക്ക് ഇല്ലാത്ത. ഈ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശവും ഇല്ലേ, അതിനില്ലാത്തൊരു ഗുണം ഭൂമിക്കുണ്ട്, സ്പെഷ്യൽ ഗുണം. ഏതാണെന്നറിയൂ? ഈ 5 ഒരെണ്ണം ആലോചിച്ച് നോക്കി, ബുദ്ധി ഒന്ന് എൻഗേജ് ചെയ്ത് നോക്കി. ഈ 5 ഒരു ഗുണം ഭൂമിക്ക് മറ്റുള്ളതിന് വ്യത്യസ്തമായിട്ട് ഏതാണ്? ഗന്ധം. ഭൂമിയുടെ വിശിഷ്ട ഗുണം ഗന്ധമാണ്. അപ്പൊ ആ വിശിഷ്ട ഗുണം പോയാൽ ഭൂമിയല്ലാണ്ട്. അപ്പൊ ഭൂമിയെ എടുത്ത് നമ്മൾ വെള്ളത്തിൽ മുക്കുമ്പോൾ അനിലേഷനുള്ള സമയം ഭൂമിയെ തളപ്പിച്ച് കത്തിക്കും. മറ്റേ സംഘർഷണന്റെ അഗ്നി വന്നിട്ട് ഭൂമിയെ 100 വർഷം ഉണങ്ങിയ ചാണകപ്പന്ത് പോലെ ആക്കും. പിന്നെ 100 വർഷം പൊടിക്കാറ്റടിച്ചതിന് ശേഷം ജലത്തിൽ ഇമേഴ്സ് ചെയ്യും. അപ്പൊ ഭൂമിക്ക് എന്ത് വരുന്ന വെച്ചാൽ, ഭൂമി ജലത്തിൽ മുങ്ങുമ്പോൾ ഭൂമിയുടെ ഗന്ധം, ഒരു സാധനം വെള്ളത്തിൽ മുക്കിയാൽ ഗന്ധം പിന്നെ കിട്ടില്ല. അപ്പൊ ഭൂമിയുടെ ഗന്ധം നഷ്ടപ്പെടും. അപ്പം ജലം എന്ന് പറഞ്ഞാൽ ഗന്ധമില്ല, മനസ്സിലായോ? അപ്പൊ ജലത്തിന് എന്തുണ്ട്? രുചിയുണ്ട് അല്ലെ? പിന്നെ രൂപമുണ്ട്, കാഴ്ച. ജലം നമുക്ക് കാണാൻ പറ്റും, സ്പർശിക്കാം അല്ലെ? ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, എന്താണ്? ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കാലോ. പക്ഷെ എന്തില്ല? ഗന്ധമില്ല അല്ലെ? ജലത്തിന് ഗന്ധമില്ല. അപ്പൊ ഇത് ഇതാണ് വെള്ളം. അപ്പൊ 4 ഉള്ളൂ ഇപ്പൊ ഗുണം, 4 ഇനി വെള്ളത്തിന്റെ വിശിഷ്ട ഗുണം ഏതാണെന്നറിയും? ഭൂമിയുടെ ഗന്ധമായിരുന്നു. ഇനി ഇതിനകത്ത് ഇവന്റെ ഒരു സാധനം പോയി ഇവൻ എന്താണ്? ജലത്തിന്റെ വിശിഷ്ട ഗുണം എന്താണെന്നറിയാം? രുചി. രുചിയാണ് ജലത്തിന്റെ വിശിഷ്ട ഗുണം. യഥാർത്ഥ ജലം നമ്മളിപ്പോ കിട്ടുന്ന രുചി, ഇത് PWD വെള്ളത്തിന് നമ്മൾ വിചാരിക്കും ഇതല്ല. നമ്മുടെ ഭഗവാൻ തന്നിരിക്കുന്ന വെള്ളമുണ്ട്, അത് നമ്മൾ കാലങ്ങളായിട്ട് നശിപ്പിച്ചുള്ള വെള്ളമാണ് നമ്മളിപ്പോ കുടിക്കുന്നത്. യഥാർത്ഥ ജലം ഭൂമിയിൽ ഭഗവാൻ തന്നിട്ടുണ്ടെങ്കിൽ അസൽ രുചിയുള്ള വെള്ളം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും വർഷങ്ങളായി മനുഷ്യൻ കയ്യേറി സകല വേസ്റ്റും അടിച്ച് നശിപ്പിച്ചിട്ടുള്ള വെള്ളമാണ് നമ്മളിപ്പോ ആലുവാപ്പുഴയിൽ നിന്ന് ക്ലോറിൻ കയറ്റി കുടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കിണറ്റിൽ നിന്ന് കിട്ടുന്നത് മാലിന്യം. പക്ഷെ യഥാർത്ഥ വെള്ളത്തിൽ ആ ജലത്തിലെ രുചി ഭഗവാനാണ് അല്ലെ? 10-ാം അധ്യായത്തിൽ പറഞ്ഞു ജലത്തിന്റെ രുചി ഭഗവാനാണ്. അപ്പോ ഈ ജലത്തിന്റെ രുചി നഷ്ടപ്പെട്ടാൽ ജലമുണ്ട്. അപ്പൊ അനിലേഷൻ സമയത്ത് അഗ്നിയാണ് ജലത്തിനെ വിഴുങ്ങുന്നത്, മനസ്സിലായി? അഗ്നി ജലത്തിനെ വിഴുങ്ങുമ്പോൾ ജലത്തിന്റെ രുചി നഷ്ടപ്പെടും. അപ്പൊ ജലത്തിന് രുചി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത സാധനമാണ് അഗ്നി വരുന്നത്. ഭൂമി, ജലം, അഗ്നി. അഗ്നിക്ക് രുചിയില്ല, രുചി ആൾറെഡി ഇല്ല. അപ്പൊ ഇനി ബാക്കിയുള്ളത് എന്താണുള്ളത്? സ്പർശമുണ്ട്, പിന്നെന്തുണ്ട്? ശബ്ദമുണ്ട്, പിന്നെന്തുണ്ട്? കാഴ്ചയുണ്ട് അല്ലെ? ഈ അഗ്നി അഗ്നിക്ക് ഇത് 3 ഉണ്ട്. അഗ്നി നമുക്ക് കാണാൻ പറ്റും, പിന്നെ അതുപോലെ തന്നെ സ്പർശിച്ച ചൂടറി, പിന്നെ അതുപോലെ തന്നെ ശബ്ദമുണ്ട്. അഗ്നിക്ക് ശബ്ദമുണ്ട്. അഗ്നിയുടെ വിശിഷ്ട ഗുണം എന്താണെന്നറിയാം? രൂപമാണ്. കാഴ്ച എന്നാണ് കണക്ഷൻ. രൂപമാണ് അഗ്നിയുടെ. നമുക്കൊരു ലൈറ്റ് കണ്ടപ്പോ നമുക്ക് കാണാം അല്ലെ? അഗ്നിയുടെ വിശിഷ്ടവും രൂപമാണ്. അപ്പോ ഈ രൂപം നഷ്ടപ്പെട്ടാൽ അഗ്നി അല്ലാണ്ട്. അപ്പൊ ഭൂമി, ജലം അഗ്നിയായി. വായു അഗ്നിയെ വിഴുങ്ങുമ്പോൾ അഗ്നിയുടെ രൂപം നഷ്ടപ്പെടും. പിന്നെ ബാക്കിയുള്ള സാധനം എന്താണ്? വായുവിന് ബാക്കി എന്തുണ്ട്? സ്പർശമുണ്ട്, ശബ്ദമുണ്ട്. ഈ വായുവിനെ സ്പേസ് വിഴുങ്ങുമ്പോൾ വായുവിന് ചലിക്കാൻ പറ്റില്ല. ചലിച്ചാലേ വായു അറിയാൻ പറ്റുള്ളൂ അല്ലെ? ചലിക്കണ്ടേ? ഇല്ലെങ്കിൽ അറിയില്ല. അപ്പോ സ്പർശം, പിന്നെ ബാക്കി എന്തുണ്ട്? ശബ്ദമുണ്ട്. അപ്പൊ ഈ ശബ്ദമാണ് സ്പേസിലുള്ളത്. അതാണ് നമ്മൾ പറഞ്ഞ പണ്ടത്തെ എല്ലാം ശബ്ദപ്രമാണം എന്ന് പറയില്ലേ, അതേ ഉള്ളൂ. എന്ന് വെച്ചാൽ മറ്റൊന്നും ഇല്ലാന്നല്ല, അതെല്ലാം ഒന്നിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. പക്ഷെ കാണാൻ പറ്റില്ല, രൂപം എല്ലാം വിഴുങ്ങിപ്പോയി, മനസ്സിലായോ? ഈ അവസ്ഥയിലാണ് മോസ്റ്റ് സട്ടിൽ സ്റ്റേജ് ആണ്, സൂക്ഷ്മതയുടെ അതിസൂക്ഷ്മ തലമാണ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത്. ഭൂമിയിൽ തുടങ്ങി നമ്മള്
ഭൂമി, ജല, അഗ്നി, വായു, ആകാശം, സ്പേസ് എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് ശൂന്യത എന്ന് തോന്നും. പക്ഷെ അവിടെ എല്ലാം ഉണ്ട്, നമുക്ക് കാണാൻ ഇപ്പൊ പറ്റില്ല, കാരണം അതെല്ലാം വിഴുങ്ങപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇതാണ് മനസ്സ് ഇരിക്കുന്ന ലെവല്. മനസ്സിലായി? ഇതുകൊണ്ടാണ് മനസ്സിനെ നമുക്ക് കാണാൻ പറ്റാത്തത്. മനസ്സ് ഇങ്ങനെ ഇരിക്കുന്നത്, മനസ്സവിടെ ഉണ്ട്. ഇതിനേക്കാൾ സൂക്ഷ്മമാണ് നമ്മുടെ ആത്മാവ്, അതിനേക്കാൾ സൂക്ഷ്മമാണ് ഭഗവാൻ. മനസ്സിലായി? ലെവൽ ഓഫ് സട്ടിൽനെസ് മനസ്സിലാക്കുക. അപ്പോ ഇതൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ അതെല്ലാം അവിടെ ഉണ്ട്. മനസ്സുണ്ട് എന്ന് പറയുന്ന പോലെ ഈ ലെവലുകളിൽ എല്ലാം ഉണ്ട് അവിടെ. മനസ്സിലായി? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ട്രാൻസെൻഡന്റൽ സ്റ്റേജിൽ പോകുമ്പോൾ നമുക്കത് കാണാം. അപ്പൊ ശരീരം ഇല്ല എന്ന് പറയാം, അവിടെ ശരീരം ഉണ്ട്. ആ ശരീരം ഉള്ളതുകൊണ്ടാണ് നമുക്കിപ്പോ ഒരു രൂപങ്ങൾ തന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? കാരണം 15-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കും ഈ ഭൗതിക ലോകം എക്സാക്ട് റിഫ്ലക്ഷൻ ഓഫ് സ്പിരിച്വൽ വേൾഡ് എന്ന് നമ്മൾ പഠിക്കും. അപ്പൊ ഒരു ജലാശയത്തിൽ ഒരു അടുത്ത് നിൽക്കുന്ന ഒരു അശ്വത്ഥ ഊർദ്ധമൂലം അധശാഖം എന്നൊരു ശ്ലോകമുണ്ട്, ഫസ്റ്റ് ശ്ലോകം. ഒരു അനങ്ങാതെ നിൽക്കുന്ന ഒരു തടാകത്തിന്റെ അരികത്ത് ഒരു മരം നിൽക്കണ്ടെങ്കിൽ നമ്മൾ അത് തലകീഴായിട്ട് അതിന്റെ പ്രതിബിംബം കാണില്ല. അതുപോലെയാണ് നമ്മുടെ ഭൗതിക ലോകം, അതുപോലെയാണ്. പക്ഷെ ഒറിജിനൽ ലോകം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതും ഇപ്പൊ താൽക്കാലികമാണ്, പക്ഷെ ഇതിപ്പോ റിയൽ ആയിട്ട് ഉണ്ട്, പക്ഷെ താൽക്കാലികം, ടെമ്പററിയാണ്. ആ റിഫ്ലക്ഷൻ കാണുന്നത് നമ്മൾ ഡിസയറിലാണെന്ന് പറഞ്ഞത്. ആ വെള്ളം എന്ന് പറയുന്നത് ഡിസയർ ആണ്. മനസ്സിലായി? ഡിസയറിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് ബേസിക്കലി. ഇതെല്ലാം നമ്മൾ ഡിസയറിലാണ് ജീവിക്കുന്നത്. റിയലി ആയിട്ട് ഉണ്ട് ഇത്, പക്ഷെ ടെമ്പററി ആണ്. ഇതെന്തിനാ തന്നേക്കുന്നത് വെച്ചാൽ എക്സസൈസ് ചെയ്യോടുക, എലിവേറ്റ് ആകും. അപ്പൊ അതാണ്. അപ്പൊ മനസ്സ് എന്ന് പറയുന്നതിന്റെ ഇത് പറയാൻ വേണ്ടി പറഞ്ഞാണത്. അപ്പൊ ഇവിടെ ഇതെല്ലാം നമുക്ക് കടക്കണമെങ്കിൽ ഭഗവാനെ നമ്മൾ മനസ്സിലാക്കിയാൽ, ഭഗവാന്റെ സുപ്രീമൻസ് മനസ്സിലാക്കി നമ്മൾ ഭഗവാന്റെ ദാസനാണ് നമ്മൾ മനസ്സിലാക്കി. സെർവന്റ് മെന്റാലിറ്റി നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈഗോ താഴും. നമുക്ക് ആ സുപ്രീമൻസ് അംഗീകരിക്കാൻ സാധിക്കുമ്പോൾ നമ്മൾക്ക് ഈ വൈകുണ്ഠത്തിലേക്ക് പോകും. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ, കുണ്ഠം എന്ന് പറഞ്ഞാൽ മിസറി, നോ മിസറി, അതാണ് വൈകുണ്ഠം. നോ മിസറി സ്ഥലം ആണ് വൈകുണ്ഠം. അവിടേക്ക് പോകാൻ സാധിക്കും. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചൊരു റീബർത്ത് ഇല്ല എന്നുള്ളത് ഇവിടെ പറയുന്നത്. മറിച്ച് ഓരോ കാൽവയ്പിലും ആപത്ത് പതിയിരിക്കുന്ന ഈ ഭൗതിക ലോകമല്ല നമ്മളുടെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ലക്ഷ്യം. അതായത് കാരണം അതെവിടെ പറയുന്നു, ഇപ്പൊ 8-ാം അധ്യായത്തിലെ 16-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, അബ്രഹ്മ ഭുവനാലോക പുനരാവർത്തിനോർജുന മാമുപേത്യത്തു കൗന്ദേയ പുനർജന്മ ന വിദ്യത എന്ന് പറയും. 8-16 പറയുന്നു. എന്ന് വെച്ചാല് അബ്രഹ്മ ഭുവനാലോക പുനരാവർത്തനം വെച്ചാൽ ഈ 17-14 ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ബ്രഹ്മലോകം പോലും ജനന മരണങ്ങൾ ആവർത്തിക്കുന്ന ദുരിതപൂർണമായ സ്ഥലമാണ്. അതുകൊണ്ട് അർജുന, എന്റെ ധാമത്തിലേക്ക് വരിക, അവിടെ വന്ന ഒരാൾക്കും പുനർജന്മ ന വിദ്യത, ഒരിക്കലും പുനർജന്മം ഉണ്ടാകുന്നില്ല എന്ന് കരണ്ട് പറയുന്നു. അപ്പോ നമ്മളെല്ലാവരുടെയും ഇപ്പൊ നേരത്തെ രഞ്ജിച്ച് ചോദിച്ച പോലെ നമ്മളെപ്പോഴും ഇങ്ങനെ ഇത് എപ്പോ വരുന്നു എന്ന് വെച്ചാൽ ഇത് ചെറുപ്പത്തിൽ നമുക്ക് വന്നു തുടങ്ങി. നമുക്കൊരു ഭൗതിക ആഗ്രഹമാണ്. അങ്ങനെ നമുക്ക് സ്വർഗചിന്തയിൽ വരും, സ്വർഗം കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് പുണ്യം ചെയ്യണം, നമുക്ക് അതെല്ലാം ടെമ്പററിയാണ്. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ഒരു ലഡു എടുത്ത് കഴിക്കുന്നു, എത്ര നേരം അതിന്റെ ഒരു ആസ്വാദനം ഉണ്ടാവും? മൊമെന്ററി അല്ലേ? വലിയൊരു ലഡുവാണ് സ്വർഗം. സിമ്പിൾ. ഇത്ര ഉള്ളത് കഴിക്കുന്നു, വലിയൊരു വീടിന്റെ അത്രേ ഉള്ളൂ. കാരണം അത് കഴിയുമ്പോ തിരിച്ച് വീണ്ടും ലഡു തീർന്ന അവസ്ഥയിൽ എന്തായിരിക്കും? വയറിളക്കമൊക്കെ പിടിച്ച് കിടക്കണം, ഒരുപാട് ലഡു കഴിക്കും. അതുപോലെ തന്നെ അതേപോലെ വയ്യാത്തൊരവസ്ഥ, വീണ്ടും ഭൂമി പതിക്കും, വീണ്ടും ഒന്നെന്ന് നമ്മൾ തുടങ്ങേണ്ടി വരും. അപ്പൊ അതാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഈ ചുറ്റും കാണുന്നത് ഇതാണ്, നമ്മൾ ഈ ശരീരമാണെന്നും ഇതല്ല എനിക്ക് ആസ്വദിക്കേണ്ടതാണെന്നും നമ്മൾ ചിന്തിച്ചു പോകും. ആക്ച്വലി അതാണ് സംഭവിക്കുന്നത്. ഇതുകൊണ്ട് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, അല്ലെങ്കിൽ എന്റെ മൂലസ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് മൂവ് ചെയ്യാനാണ് ഇതെല്ലാം എനിക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇതെല്ലാം ഭഗവാൻ തന്നിരിക്കുന്ന ഫെസിലിറ്റീസ് ആണ്. അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഭാവാർത്ഥം തുടർന്ന് പറയുന്നത് അത് തന്നെയാണ്. ഓരോ അടിവയ്പിലും വളരെ ഇമ്പോർട്ടന്റ് ഭാവാർത്ഥമാണിത്. ആപത്തുള്ള ദുരിതപൂർണമായ ഇടമാണ് ഈ ഭൗതികലോകം എന്ന അജ്ഞത മൂലം ആരും മനസ്സിലാക്കുന്നില്ല. ബുദ്ധിഹീനന്മാർ അജ്ഞാനത്താൽ കാമ്യകർമ്മങ്ങളുടെ പരിണിത ഫലങ്ങൾ തങ്ങളെ സംതൃപ്തരാക്കുമെന്ന് കരുതി സന്ദർഭോചിതമായി പ്രവർത്തിക്കുന്നു. അത് ബുദ്ധിഹീനൻ എന്നാണ് അവിടെ പ്രബോധത്തിൽ പറയുന്നത്. വെച്ചാൽ ഇത് തന്നെ, നമ്മള് ബുദ്ധിയെ ശരിക്കുള്ള തരത്തിൽ ഉപയോഗിക്കുന്നില്ല. ഈ ഭൗതിക ആസ്വാദനത്തിനാണ് പലരും പറയില്ലേ, ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാം എൻജോയ് ചെയ്ത് അടിച്ചു പൊളിക്കാനുള്ളതാണ് അല്ലെ? അതാണ് നമ്മുടെ ഏറ്റവും വലിയ മണ്ടത്തരം ചിന്തയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഓരോ കാര്യം കൊണ്ട് എങ്ങനെ എന്റെ ലൈഫിലേക്ക് ഞാൻ എന്റെ എയിമിലേക്ക് നീങ്ങാൻ നാം ചിന്തിക്കുന്നത്. പിന്നെ
ഈ പ്രപഞ്ചത്തിലെങ്ങും ഏത് വിധമുള്ള ഭൗതിക ശരീരത്തിലും ശോകരഹിതമായ ജീവിതം സാധ്യമല്ലെന്ന് അവർക്ക് അറിഞ്ഞുകൂടുക അല്ലെ. ഏത് ബോഡി എടുത്തു കഴിഞ്ഞാലും അത് നശ്വരമാണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്കൊരു എവർ ലാസ്റ്റിംഗ് ഹാപ്പിനെസ്സും കിട്ടില്ല. ജനനം, മരണം, വാർദ്ധക്യം, രോഗം എന്നീ ജീവിത ക്ലേശങ്ങൾ ഈ പ്രപഞ്ചത്തിൽ എങ്ങും കൊടികുത്തി വന്നത് ഭഗവാൻ പറഞ്ഞു 8.16 അബ്രഹ്മ ഭുവനാലോകം ശ്ലോകം തന്നെ പറയുന്നത്. ഇതെല്ലാം ബ്രഹ്മലോകം പോലും അതടക്കമുള്ള 14 ലോകം ജന്മ മൃത്യു ജരാവ്യാധി ഉള്ളതാണ്. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ അതിലോട്ട് കയറി ഇറങ്ങി നമ്മൾ എത്രയോ കാലം കഴിച്ചു, ഇനി അത് തന്നെ നമ്മൾ ചെയ്യണ്ട എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ ഭൗതികവും ശോകാവിഷ്ടവുമായ ജീവിതത്തിൽ നിന്ന് കാലത്തിന്റെയും മരണത്തിന്റെയും സാന്നിധ്യമില്ലാത്ത വൈകുണ്ഠലോകം പോകാൻ അർഹനാകുന്നു. തന്റെ മൂലസ്വരൂപം മനസ്സിലാക്കി എന്നാൽ ഭഗവാന്റെ ദിവ്യമായ അവസ്ഥ മനസ്സിലാക്കുക എന്നതാണ്. ജീവാത്മാവിന്റെയും ഭഗവാന്റെയും സ്ഥാനം ഒന്ന് തന്നെയെന്ന തെറ്റിദ്ധാരണ വച്ചു പുലർത്തുന്ന ആളായിട്ട് ഇരുട്ടിലാണ്. ഭക്തിപൂർവമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടാൻ അയാളെ കൊണ്ടാവില്ല. നമ്മൾ അഹം ബ്രഹ്മാസ്മിയുടെ തെറ്റിദ്ധാരണ നമ്മൾ പറയാറുണ്ട് അല്ലെ. തത്വമസി പറയുമ്പോൾ നമ്മൾ പറയും നമ്മള് കാരണം പലപ്പോഴും പലരും സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കുമ്പോൾ, തത്വം മനസ്സിലാക്കുമ്പോൾ അത് കസ്റ്റമൈസ് ചെയ്ത് മനസ്സിലാക്കി പോകും. ഓക്കെ, ഞാനും ഭഗവാനാണ്, നമ്മളത് അങ്ങോട്ട് വിശ്വസിക്കും. നമ്മൾ ഭഗവാൻ ആകുന്നത് ക്വാളിറ്റിയിലാണ്. അത് ആവണമെങ്കിൽ നമ്മൾ ഒരുപാട് പ്രോസസ്സിലൂടെ പോകുമ്പോൾ നമ്മൾ ഭഗവാന്റെ ആ ക്വാളിറ്റി, അതായത് ഈ പറഞ്ഞ തത്വമസി, ഇപ്പൊ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് തത്വമസിയുടെയും അഹം ബ്രഹ്മാസ്മിയുടെയും അർത്ഥം. അതാണ് ഈ ഒരു സെന്റൻസിലൂടെ പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആത്മാവിനെ പുറത്തേക്ക് കൊണ്ടുവരിക, ആ മനസ്സിനെ കൺട്രോൾ ചെയ്ത് പാഴ്ചുകം ഇല്ലാണ്ടാക്കി ആ ആത്മാവാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവില്ലേ, അതാണ് തത്വമസി. മനസ്സിലായോ? അതാണ് അഹം ബ്രഹ്മാസ്മി. ഞാൻ അതാണെന്ന് മനസ്സിലാക്കല്. ഏത്? ആ ആത്മാവാണ്, ഭഗവാന്റെ അംശമായ ആത്മാവാണ് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല. ഒരു കാര്യം ശാരീരികമായിട്ടും ഉണ്ടാവില്ല, മാനസികമായിട്ടും ഉണ്ടാവില്ല. കാരണം എല്ലാം ആത്മാവിന്റെ നിയന്ത്രണത്തിലാണ്. പിന്നെ അവിടെ ഒരു പ്രശ്നമില്ലല്ലോ. കാരണം ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പവർഫുൾ ആണ്, ഭഗവാന്റെ അംശമാണ്. സാധിക്കാത്ത ഒരു കാര്യമില്ല. അപ്പൊ എല്ലാം ലളിതമായി മാറും. അത് നമുക്ക് ഇത് ഇമ്പോസിബിൾ ആണെന്ന് ഒരിക്കലും കരുതരുത്. നിങ്ങൾ നോക്കുമ്പോൾ നമ്മളിങ്ങനെ ചാൻഡ് ചെയ്ത് ജപം, ഇനിയിപ്പോ നമ്മൾ പറഞ്ഞില്ല അടുത്ത പ്രോസസ് തുളസി ആരതി വരും, പ്രസാദ ഓഫർ, ഇങ്ങനെ നമ്മൾ ചെയ്ത് 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 ഒരു കാര്യം എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തുടങ്ങിയ കാലം ഇതും വെച്ച് നോക്കി എന്തായാലും മനസ്സിലാവും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് തോന്നുന്നു, ലളിതമായിട്ട് തോന്നുന്നു. പണ്ട് നമ്മൾ ചിലത് കേൾക്കുമ്പോൾ ആകെ പരിഭ്രമിച്ചിരുന്ന നമ്മൾക്ക് ആ പരിഭ്രമം ഒന്ന് കുറഞ്ഞ പോലെ നമുക്ക് സ്വയം ഒരു വിലയിരുത്തലുണ്ടാവും. തീർച്ചയായും ഉണ്ടാവും. കാരണം അതാണ് ക്രമേണ ഗ്രാജുവൽ പ്രോസസ്സാണ്. തീർച്ചയായും സാധിക്കും. നമ്മുടെ ദേഷ്യത്തിന്റെ ലെവൽ, നമ്മൾ പെൻഡുലത്തിന്റെ കാര്യം, ആ പെൻഡുലം പെട്ടെന്ന് സ്റ്റഡി ആവാൻ ശ്രമിക്കും. അതാണ് ആ മൈൻഡ് കൺട്രോൾ കിട്ടാൻ ശ്രമിക്കും തുടങ്ങുന്നതാണ്. അത് തീർച്ചയായും 100% പോസിബിൾ ആണ്. സ്വയം ഈശ്വരനായിക്കൊണ്ട് ആ മനുഷ്യൻ വീണ്ടും ആവർത്തിച്ച് ജന്മമരണങ്ങൾ വഴിയൊരുക്കുന്നു. തന്റെ നില ദാസന്റേതാണ് എന്നറിഞ്ഞ ആൾ ഭഗവത് സേവനത്തിന് മുതിരുകയും ഉടനെ വൈകുണ്ഠ പദപ്രാപ്തിക്ക് അർഹനാവുകയും ചെയ്യും. കൃഷ്ണന് വേണ്ടിയുള്ള സേവനത്തെ കർമ്മയോഗമെന്നോ ബുദ്ധിയോഗമെന്നോ ഭക്തിയുത ഭഗവത് സേവനം എന്ന് തന്നെയും പറയാം. അപ്പൊ കർമ്മയോഗം ഈ കൃഷ്ണാവബോധത്തിനെയാണ് ഈ ഭഗവത് സേവനം എന്നെല്ലാം പറയുന്നത്. ഭഗവാൻ തന്നെ നമുക്ക് കാണിച്ചു തന്നു അല്ലെ. ഇതിന് സുപ്രീമായ ഭഗവാൻ തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്താ ചെയ്തത്? പാർത്ഥസാരഥിയായി അല്ലെ. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? ഏതെങ്കിലും ഒരു ഇതിനകത്ത് അങ്ങനെ കാണോ ഭഗവാൻ വേറെ ഏതെങ്കിലും ഒരു മറ്റുള്ളതിനെ ഞാൻ പറയുന്നില്ല, മതോ ഇതൊന്നും പറയുന്നില്ല, എങ്കിലും പൊതുവെ എല്ലായിടത്തും ഒരു സുപ്രീമസി എപ്പോഴും അല്ലെ ആയിരിക്കും കാണിക്കുന്നത് അല്ലെ. ഇവിടെ ഭഗവാൻ എന്തിനും തയ്യാറാണ്, തന്റെ ഭക്തന് വേണ്ടി എന്തിനും ഭഗവാൻ തയ്യാറാണ്. അതാണ് ഭഗവാൻ. ആ ഭഗവാനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ പണ്ട് എല്ലാവരും ചോദിക്കാല്ലേ ദൈവത്തിന് കണ്ണില്ലേ, ഇതൊക്കെ കണ്ണിച്ചോരിയില്ലേ ദൈവത്തിന്, ദൈവം കഴിഞ്ഞ് ഞാൻ ഭഗവാനെ എന്തിനാ, അത് എന്ന് വെച്ചാൽ ഭഗവാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയല്ല, അയ്യോ ഇവൻ ഇവിടെ അഴിമതി ചെയ്യുന്നു, അയ്യോ ഇവൻ ഇവിടെ താഴെ വീണു, ഇവനെ എടുത്ത്, അങ്ങനെയല്ല. അതല്ല ഭഗവാൻ. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് സ്പിരിച്വൽ. നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, നമ്മൾ തന്നെ ഉള്ളിൽ ഇരിപ്പുണ്ട്. നമ്മളതിനെ പ്രയോഗിക്കുന്നില്ല. നമ്മൾ ആ ഫാൾസിഗോന് വളം വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ മനസ്സിനെ നമ്മൾ ഈ ശാരീരിക അല്ലെങ്കിൽ മാനസിക നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് കൊണ്ടുപോകും. പലപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ സ്വാർത്ഥ താല്പര്യത്താലാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ പല കാര്യം എക്സാമ്പിൾസ് ഒരുപാട് എല്ലാവർക്കും സ്വയമായിട്ട് തന്നെ ഓർത്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ ഷോർട്ട് കട്ട് അടിക്കും. ഈവൻ നമ്മൾ ഭക്തിയുടെ കാര്യത്തിൽ തന്നെ ചെന്ന് ഇപ്പൊ ഒരു അമ്പലത്തിലേക്ക് ചെന്നാൽ തന്നെ തോന്നുന്നുണ്ടോ, അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ചെല്ലുന്നു, അവിടെ ഒരു സാധനം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഭഗവാനെ ദർശിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, എത്ര ഭക്തിയുള്ള ഒരു വ്യക്തി ഗുരുവായൂർ പോകുന്നു, വേണ്ട പെരുവായൂരത്ത് പോകുന്നു, ഒരു അവിടെ തന്നെ ഒരു ഇടികൂടൽ നമുക്ക് കാണാം. സ്വാർത്ഥതയല്ലേ കാണുന്നത് അല്ലെ? ഒരു ഇടിയും വേണ്ട. അവിടെ ഇനി ഒരു അന്നദാനം എന്ന് പറഞ്ഞാൽ പിന്നെ കഴിയോ പറയോ വേണ്ട.
മൊത്തത്തിലുള്ള ആൾക്കാരെ വരെ ഇടിച്ചു പൊളിച്ചിട്ട് ആൾക്കാർ അവിടെ കയറി ഇല്ലേ, സീറ്റ് പിടിക്കും, റെക്കമെൻഡേഷൻ പിടിക്കും. ഇതെല്ലാം ഭൗതികതയാണ്. അപ്പൊ നമ്മളിവിടെ കസ്റ്റമൈസ് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് യാതൊരു ഫലവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ശരിക്കുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. നമ്മളെല്ലാം ചെയ്യുന്നത് നമ്മുടെ കംഫർട്ടിനാണ് നമ്മളെല്ലാം ചെയ്യുന്നത്, അല്ലെ? നമ്മളെല്ലാം കംഫർട്ട് സോൺ. 1500 രൂപയുടെ ടിക്കറ്റ് എടുത്ത് നമുക്ക് അതിലേക്ക് കയറിയിട്ട് ഭഗവാനെ ദർശിച്ചു വരാം. അപ്പൊ നമ്മൾ കംഫർട്ട് സോൺ അല്ലേ ഇത്. അവിടെ വേണ്ട, ഒരാൾ നാളെ പറഞ്ഞു അവിടെ എന്ന് കയറണ്ട, പുറത്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞു. അവിടെ നമുക്ക് കിട്ടുന്ന യെസ്, അതാണ് അത് മനസ്സിലുണ്ടാവും. അയ്യോ, അവിടെ വരെ ചെന്നിട്ട് അകത്ത് കയറിയില്ലെങ്കിൽ ഭഗവാൻ എന്ത് വിചാരിക്കും, എനിക്ക് വല്ല വല്ല പാപം വന്നാലോ, വേണ്ട വേണ്ട, 1500 കൊടുത്ത് അകത്ത് കയറാം. ഇതാണ് നമ്മൾ ചിന്തിക്കുന്ന വഴി. അതല്ല, നമ്മള് ആ സോളിനെ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. യെസ്, നമ്മളിപ്പോ ആ എൻവയോൺമെന്റിലുണ്ട്, എവിടെ നിന്നാലും എനിക്ക് സാധിക്കുന്ന രീതിയിലേക്ക് ബുദ്ധിയെ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചാൽ മനസ്സതനുസരിച്ച് കറക്റ്റായിട്ട് വരും. അപ്പൊ നമുക്ക് ഒരുപാട് ഭൗതിക ഈ വേൾഡിലുള്ള ഒരുപാട് തട്ടിപ്പുകളിൽ നിന്ന് വരെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഒരുപാട് ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറയുന്നത്, ബുദ്ധി നമുക്ക് ഉപയോഗിക്കാം. ബുദ്ധി ഇല്ലാതെയാണ് നമ്മൾ ഭക്തി എന്ന് പറഞ്ഞിട്ട് വെറുതെ ബ്ലൈൻഡ് ആയിട്ട് കുറെ വഴിപാട് അത് ഇത് മറ്റേതൊക്കെ. അപ്പൊ അതെല്ലാം ബുദ്ധി ഇല്ലായ്മകളാണ്. അതൊന്നും ചെയ്യേണ്ടെന്നല്ല, ചെയ്യാം. പക്ഷെ അവിടെയൊക്കെ നമ്മൾക്ക് ഇത് വർക്ക് ചെയ്യണ്ടോ എന്ന് നോക്കുക. ഈ സ്പിരിച്വൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ? ഈ നമ്മള് പറഞ്ഞില്ലേ ഇത് ഭഗവാന്റെ ഒരു കാരുണ്യം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അത് നമ്മള് എന്ത് കാര്യം ചെയ്യുന്നതിനും 4 പ്രേരണ ഉണ്ടാവുന്ന പറയാം. 4 പ്രേരണ ഉണ്ടെന്നാ പറയുന്നത്. അത് ശരിക്കും ഒരു ഭക്തനാണ് അദ്ദേഹം. ഞാൻ പറയാം എന്തിനാണ് പറഞ്ഞത്. നമ്മളിപ്പോ വായിക്കുന്ന മറ്റേ പുസ്തകം ചൈതന്യ ചരിതാമൃതം. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് ഭക്തി വിനോദ് ഠാക്കൂർ ആണ് അദ്ദേഹം. അപ്പൊ നമ്മളെ ഈ ഭക്തന്മാരെ പറഞ്ഞിട്ട് ഭക്തന്മാരുടെ റിയലൈസേഷൻസ് ഇല്ലേ, ഭയങ്കര. നമ്മൾക്ക് പൊതുവെ കേരളത്തിൽ നമ്മൾ ആ ഒരു രീതി, നമുക്കിപ്പോ ഒരു പൂന്താനത്തിനെ അറിയാം, അല്ലെ, കുറച്ചു പേരെ നമുക്ക് അറിയുള്ളൂ. പക്ഷെ നമുക്ക് എപ്പോഴും ആചാര്യന്മാരെ നമ്മൾ അറിയിക്കണം. അവര് പലരും ഭഗവാനെ കണ്ടിട്ടുള്ളവരാണ്. അവരൊക്കെ പലതും എഴുതി വെക്കുന്നത് ഇതിന്റെ എല്ലാം ബ്രേക്ക് ഡൗൺസ് ആണ്. ഇപ്പൊ നമ്മള് വേദത്തിന്റെ ബ്രേക്ക് ഡൗൺ, ഉപനിഷത്ത് പറയുന്ന പോലെ അതിലൂടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെയൊക്കെ ഡീറ്റെയിലുകൾ മനസ്സിലാവും. ഇപ്പോ ഭക്തിവിനോദ് ഠാക്കൂർ ആണല്ലോ, ഭക്തിവിനോദ് ഠാക്കൂർ ചൈതന്യത്തിൽ പറഞ്ഞിട്ടുണ്ട് 4 നമ്മളെ പ്രേരിപ്പിക്കുന്ന എന്ത് കാര്യം. ഇപ്പൊ നമ്മൾ ഭൗതികമായിട്ട് പ്രേരിപ്പിക്കുന്ന 4 കാര്യങ്ങൾ പറയുന്നത്. ഇതിനകത്ത് ഒന്ന് ഭയം, ഫിയർ, ഭയം. പിന്നെ ഡിസയർ, അല്ലെ, ആഗ്രഹം, അതാണോ, ആശ. യെസ്, ഭയം, പിന്നെ ആശ, പിന്നെ ഓർഗണ്ടോ, പിന്നെ ഭയം, ആശ, യെസ്, ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് മലയാളത്തില് നന്ദി, വേറൊരു വാക്കാണ് കടപ്പാട്. യെസ്. അപ്പൊ ഭയം, ഒന്ന് ഭയം, രണ്ടാമത്തേതായിരുന്നു ആശ, പിന്നെ ആഗ്രഹം, കടപ്പാട്, ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ രാഗ. 4 രാഗ എന്ന് വെച്ചാല് പ്രേമമാണ്, രാഗം, പ്രേമം. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് നമുക്ക് എവിടെ ഭൗതികമായിട്ടോ ആത്മീയമായിട്ടോ നമ്മൾ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോ അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഭയം മൂലം ഒരു കാര്യം ചെയ്യുന്നു, മനസ്സിലായില്ലേ? ആഗ്രഹം മൂലം ഒരു കാര്യം ചെയ്യുന്നു, കടപ്പാട് കൊണ്ട് ചെയ്യുന്നു, പ്രേമം കൊണ്ട് ചെയ്യുന്നു, ഇഷ്ടപ്പെട്ടു. ഇത് എല്ലാത്തിനും ഈ 4 വർക്ക് ആവുന്നതെന്നാണ് പറയുന്നത്. എപ്പോഴും ഭൗതികമായിട്ടോ ആധ്യാത്മികതയിൽ വന്നു കഴിഞ്ഞാൽ ഭയം, ഭയം ഏത് ഗുണത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയും. ഭയം, ഇത് 4 ഗുണങ്ങൾ. നമ്മൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ ഏതൊക്കെയാണ്? സത്വഗുണം, മോഡ് ഓഫ് ഗുഡ്നെസ് ആണ് സത്വഗുണം. രജോ ഗുണം മോഡ് ഓഫ് പാഷൻ. മോഡ് ഓഫ് ഇഗ്നോറൻസ് ആണ് തമോ ഗുണം, അല്ലെ? ഇനി ഒരു ഗുണമുണ്ട്, ഭഗവാൻ അർജുനോട് പറയുന്നത്, നീ ഇതിനെല്ലാം മേലെ ഒരു സ്ഥലത്ത് വരാൻ പറയും. അതെന്താണ്? ശുദ്ധസത്വം എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ശുദ്ധസത്വം എന്ന് വെച്ചാല് തമോ ഗുണം കൊള്ളില്ല, അതിന്റെ മുകളിൽ രജോ ഗുണത്തിന്റെ മുകളിൽ സത്വഗുണത്തിന്റെ മുകളിലത്തെയാണ് ശുദ്ധസത്വം. അതായത് ഈ 3 മുകളിൽ വന്നാലേ നമ്മളത് ഇനിയുള്ള കുറെ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. അപ്പൊ അത് നല്ല ശരിക്കും മുളകും. അപ്പൊ അതുപോലെ ഭയത്തിന്റെ പ്രേരണ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം ഏത് ഗുണത്തിലുള്ളതായിരിക്കും? തമോ ഗുണത്തിലുള്ള, അല്ലെ? ഭയം തമോ ഗുണത്തിന്റെ ഒരു ലക്ഷണമാണ്.
ഡിസയർ, ആഗ്രഹം, ആശയുടെ പുറത്ത് ചെയ്യുന്ന ഒരു കാര്യം എന്തിലായിരിക്കും? രജോ ഗുണം. രജോ ഗുണത്തിന്റെ മെയിൻ എക്സാമ്പിൾ ആണ് ആഗ്രഹം. ഇനി സത്വഗുണം എന്ന് പറയുമ്പോൾ ഏതാണ്? കടപ്പാട്. അത് സത്വം, നമ്മുടെ ഒരു കടപ്പാട്. നമ്മള് വ്യക്തി എനിക്കൊരു കടപ്പാട്. രാഗം എന്ന് പറയുന്നത് ശുദ്ധ സത്വം. ഇനി നമ്മൾ ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാല് നമ്മളിപ്പോ ഏതെങ്കിലും, ഇനിയിപ്പോ ഞാൻ ഒരു പേരെടുത്ത് പറയുന്നില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഭയപ്പെടുത്തിക്കൊണ്ട് ഭക്തി ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇത് ചെയ്തില്ലെങ്കിൽ ദൈവം നിന്നോട് കോപിക്കും എന്ന് പറയുന്നില്ല. ഏത് രീതിയിലുള്ള ഭക്തിയാണെന്നറിയും? തമോ ഗുണ ഭക്തി ആരാധനയാണ്. മനസ്സിലായോ? ഇതൊക്കെ നമ്മുടെ ശാസ്ത്രം പറയുന്ന കേട്ടോ. ഇനി വേറൊരു സ്ഥലത്ത് പറയുകയാണ്, നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഇന്നത് കിട്ടും, നീ എന്നെ ആരാധിച്ചാൽ ഞാൻ നിനക്ക് ഇന്നത് തരാം എന്ന് പറയുമ്പോൾ അത് രജോ ഗുണത്തിലുള്ള ആരാധന. ഇപ്പൊ മനസ്സിലാകണ്ടാവും നമ്മുടെ ഭക്തിയെ കുറിച്ച്. പിടിയിട്ടുന്നില്ലേ? ഇത് സ്വന്തം മതത്തിലെടുക്കാം, മറ്റു മതത്തിൽ എവിടെ എടുത്തു നോക്കാം. ഭയത്തോടുകൂടി നമ്മൾ ഭക്തി ചെയ്യുകയാണെങ്കിൽ അത് തമോ ഗുണത്തിലുള്ള ഭക്തി ആരാധന. അപ്പൊ പേടിപ്പിക്കും. മറ്റേ അദ്ദേഹം നീ ഇത് ചെയ്തില്ലെങ്കിൽ നിനക്ക് ശിക്ഷ, നരകത്തിൽ പോകും. അത് തമോ ഗുണം. രജോ ഗുണത്തിന്റെ ആരാധനയില് എനിക്ക് ഇന്നത് ചെയ്താൽ ഞാൻ ഇന്നത് തരും. കുറച്ചുകൂടി ഭയപ്പെടുത്തലില്ല, പക്ഷെ ഒരു ഫ്രൂട്ട് തരും. ഇനി സത്വഗുണത്തിലുള്ള ആരാധന എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു പിതാവ് അല്ലെങ്കിൽ അവിടെ ഒരു പ്രൊട്ടക്ടറാണ്. മനസ്സിലായില്ലേ? ഞാൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഒരു സത്വഗുണത്തിലെ ആരാധന. ഇനി അടുത്തത് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് പ്രേമം. അതായത് ഞാൻ ജീവനാണ്, നിന്റെ ജീവനാണ് ഞാൻ, പരമാത്മാരൂപേണ ഞാനുണ്ട്, നീ ജീവാത്മാവ് എന്റെ അംശം എന്ന് പറയുന്നത് ശുദ്ധ സത്വം. ഇതാണ് സത്യത്തിൽ ഭഗവത്ഗീതയിലുള്ളത്. ഇത് തന്നെയാണ് ഭാഗവത്തിലുള്ളത്. നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിലുള്ളത്. ഭഗവാൻ നമുക്ക് തരുന്നതും അതാണ്. അതാണ് നമ്മളുടെ സനാതന ധർമ്മത്തിന്റെ ഒരു പ്രത്യേകത. പക്ഷെ നമ്മൾ അതറിയാതെ നമ്മൾ ഈ മിക്സഡ് കൾച്ചറിൽ വന്നിട്ട് നമ്മൾ ഭയപ്പാടിന്റെ പുറകെ പോകും, നമ്മൾ ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസിന്റെ പുറകെ പോകും, പ്രൊട്ടക്ഷന്റെ പുറകെ പോകും. അതൊന്നുമല്ലാതെ നീ എന്ന് പറയുന്നത് എന്റെ ഭാഗം തന്നെയാണ്, നീ എന്ന് പറയുന്ന ജീവൻ ഞാൻ തന്നെയാണ്, ഞാനാണ് നിനക്ക് ജീവൻ തരുന്നത് എന്നുള്ള ആ പ്രേമഭാവം നമുക്ക് വരണം. അത് ആ ഒരു ഭക്തിയാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. കൃഷ്ണൻ എവിടെയും നമ്മളെ പേടിപ്പിക്കുന്നില്ല. ഭഗവത്ഗീത മുഴുവൻ പറഞ്ഞിട്ടും അർജുനോട് പറയുന്നത് ഞാൻ നിനക്കെല്ലാം പറഞ്ഞു തന്നു കഴിഞ്ഞു, ഇനി നീ നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്യുക, നിനക്ക് നിന്റെ തീരുമാനം എടുക്കാനാണ് പറയുന്നത്. അല്ലാണ്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞ നീ തെറ്റിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ നരകത്തിൽ കൊണ്ടിരുന്ന് ഭഗവാൻ പറയുന്നില്ല. ആ ഒരു ഫ്രീഡമാണ് നമ്മുടെ കൾച്ചർ നമുക്ക് തരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കേണ്ട ആവശ്യം. കാരണം ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിടികിട്ടിയോ? ഹരേ കൃഷ്ണ. ഇതൊക്കെ പറയാൻ ശ്രമിച്ചു. ഏതാ? ഭയം, അത് ഫിയർ. പിന്നെ ഉള്ളത് ആശ, അതായത് ഡിസയർ. പിന്നെയുള്ളത് കടപ്പാട്. പിന്നെയുള്ളത് രാഗ. അതാണ് അതിൽ പറയുന്ന 4 വാക്കുകൾ. ഹരേ കൃഷ്ണ. വേറെന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അടുത്ത ശ്ലോകം നിങ്ങൾ സംശയം ഇന്ന് പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു ശ്ലോകയുടെ ആ ഒരു അതെല്ലാം ഇമ്പോർട്ടൻ്റ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. റെക്കോർഡ് ഓഫ് ചെയ്യാം.